ഹരി ഓം. ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ എസ് ദേവനന്ദു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഫെബ്രുവരി മാസഫലമാണ്. അപ്പം മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ വീഡിയോയുടെ അവസാനം ഒരു വീഡിയോയുടെ ഒരു രാശിയുടെയെങ്കിലും അവസാന ഭാഗം കൂടി ഒന്ന് കേൾക്കുക കേട്ടോ. ആ കൺക്ലൂഷൻ പാർട്ടും കൂടി കാണുക. സോ കുറച്ചുകൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡ് ആവും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതുപോലെ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ അമർത്തിക്കോളൂ കേട്ടോ. നമ്മൾ എൻ്റെ വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അധികം താമസിക്കുന്നില്ല, വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ആദ്യം തന്നെ മേടരാശിയാണ്. അശ്വതി, ഭരണി, കാർത്തിക അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് മേടരാശി എന്ന് പറയുന്നത്. അപ്പം മേടരാശിക്കാർക്ക് ഈ ഒരു ഫെബ്രുവരി മാസം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനുവരി മാസ ഫലം കണ്ടു, ശുക്രൻ്റെ രാശി മാറ്റത്തിൻ്റെ ഫലമൊക്കെ കണ്ടല്ലേ. അപ്പോൾ ഫെബ്രുവരി മാസം എങ്ങനെയുണ്ട്, നമുക്ക് അനുകൂലമാണോ പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിലാണോ എന്നുള്ള കൺഫ്യൂഷൻസ് ടെൻഷൻസ് ഒക്കെ ഉണ്ടാവാം അല്ലേ. നമ്മുടെ രാശിനാഥൻ 3-ലാണ്. സോ നമ്മുടെ മൈൻഡിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നതൊക്കെ പതിയെ മാറി തുടങ്ങുന്നൊരു സമയമായിരിക്കും ഈ ഒരു ടൈം എന്ന് പറയുന്നത്, ഈ ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത് കേട്ടോ. വാരത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 2-ലാണ്. അതുപോലെ തന്നെ ശുക്രൻ 12-ലാണ് നിൽക്കുക. ചെലവ് അതുപോലെ തന്നെ അലച്ചിലൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയമാണ്. സോ നമ്മൾ എങ്ങനെയാണ് ഓരോ സിറ്റുവേഷൻസ് വരുമ്പോൾ, ഓരോ സാഹചര്യങ്ങൾ വരുമ്പോൾ എത്ര ബുദ്ധിപരമായിട്ടാണ് നമ്മൾ എങ്ങനെയാണ് അതൊരു ബുദ്ധിപരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് കെയർ ചെയ്യുന്നത് എന്നനുസരിച്ചിരിക്കും നമ്മുടെ ഈ ഒരു മന്ത് പോവുക എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ നോക്കുകയാണെങ്കിൽ 2 ഏര ഭാവാധിപനാണ് ശുക്രൻ എന്ന് പറയുന്ന 2 കുടുംബം, അതുപോലെ തന്നെ വരുമാനം, ഏരെന്ന് പറയുന്ന വിഭാഗം, ജീവിത പങ്കാളിയൊക്കെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കോപങ്ങൾ ഇടയ്ക്കൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചില സമയത്ത് നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ ജീവിത പങ്കാളിയുമായിട്ട് ചില സമയത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വ്യാഴത്തെ നോക്കിക്കഴിയുമ്പോൾ നല്ല അനുകൂലമായ സ്ഥാനത്താണ്. അതുപോലെ തന്നെ ശുക്രൻ നോക്കുമ്പം രാഹുവിനോടൊക്കെ യോഗം ചെയ്താൽ നിൽക്കണേ. പക്ഷേ എന്നാൽ പോലും ഇവിടെ നോക്കിക്കഴിയുമ്പം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശുക്രത്തിൻ്റെ ക്ഷേത്രത്തിൽ ആരാണ്, വ്യാഴവും നിൽക്കുന്ന സമയമാണ്. 11 ഫെബ്രുവരി ബുധൻ കുംഭത്തിലേക്ക് രാശി മാറും. അതേപോലെ തന്നെ 13-ാം തീയതി സൂര്യൻ ശനിയോട് യോഗം ചെയ്യും, ബുധനോടൊക്കെ യോഗം ചെയ്ത് നിൽക്കും. തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനി നല്ല സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുക. ശ്രദ്ധയോടെ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ജാഗ്രത ആവശ്യമായിട്ട് വേണ്ടി വരും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യുന്ന ജോലിയിലൊക്കെ കുറച്ചുകൂടി പ്രഷറൊക്കെ കൂടുതലായിട്ട് ഫീൽ ചെയ്തേക്കാം. ഒരു ബേഡൻ നമുക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉള്ള ടൈം. അതുപോലെ തന്നെ ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കായാലും നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റി, ഫെബ്രുവരി മാസത്തിൽ കുറച്ച് ചിലവുകളൊക്കെ വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബിസിനസ് എക്സ്പെൻസൊക്കെ കുറച്ച് വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ള ടൈമാണ്. അതുപോലെ തന്നെ ഫാമിലി, വിവാഹം അല്ലെങ്കിൽ കുടുംബമൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇവിടെ ശുക്രനും രാഹുവും കൂടി 12 നിൽക്കുന്ന സമയമാണ്. ഇവിടെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ പരസ്പരം കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് കുറവുകൾ കാരണം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ. അതുപോലെ തന്നെ വാക്കുകളൊക്കെ സംസാരിക്കുമ്പോഴായാലും നമുക്ക് കുറച്ച് വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാവാനും, അതുപോലെ തന്നെ ഒരാൾ പറയുന്നത് മറ്റൊരാൾക്ക് മനസ്സിലാവാത്ത അവസ്ഥ, അതുമൂലം അവിടെ ചില ബഹളങ്ങൾ, വഴക്കുകൾ, കലഹങ്ങളൊക്കെ ഉണ്ടാവാനും സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവാനും ചാൻസ് കൂടിയൊരു മാസമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലൈഫ് ഈ മന്ത് മൊത്തത്തിൽ പോയോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പോയിട്ടില്ല. ഓക്കെ, ഒരു വലിയ പ്രശ്നത്തിലേക്കൊന്നും വരുത്തിയിരിക്കില്ല. ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ ബുദ്ധിപരമായിട്ട്, നമ്മൾ പറഞ്ഞില്ലേ ആദ്യമേ തന്നെ, ബുദ്ധിപരമായിട്ട് ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാസം വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആ സ്ഥാനത്ത് നമ്മൾ എടുത്തിയാടി ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുക, എടുത്തുകാരി ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നമുക്ക് അതനുസരിച്ചുള്ള നഷ്ടങ്ങളും കുറ്റങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും കേട്ടോ. സോ അതൊന്ന് ശ്രദ്ധിക്കുക. സ്ത്രീയും പുരുഷനായാൽ പോലും ചില സമയത്ത് എന്താ നടക്കുന്നതെന്ന്, എന്താ പറയണമെന്ന്, സാഹചര്യത്തെ ഇതൊക്കെ മനസ്സിലാക്കാനോ അല്ല ഇത് അറിഞ്ഞ് നമുക്ക് പെരുമാറാനൊന്നും പറ്റിയെന്ന് വരില്ല. സോ അതും ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴാലും നമ്മൾ ചിന്തിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുക. ചിന്തിക്കാതെ എടുത്തിയടി ഒരു കാര്യങ്ങളും ഈ ഒരു മാസത്തിൽ ചെയ്യാൻ നിൽക്കുക. എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ചിന്തിക്കണം. ഓക്കെ, എന്നിട്ട് മാത്രം ആ കാര്യങ്ങൾ ചെയ്യുക. ഇനി നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ നിൽക്കുകയാണെങ്കിൽ, എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയില്ല, ഒരു വ്യക്തത ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം, മറ്റൊരാളോട് ചോദിക്കണം, എന്താണ് ഈ സാഹചര്യത്തിൽ ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കണം. ഒരാളോട് ഒരു കാര്യം ചോദിച്ചോ എന്ന് ചോദിച്ച് നമുക്ക് ഒരിക്കലും അറിയില്ലാത്തവനായില്ല, നമുക്ക് ബുദ്ധി ഇല്ലാത്ത ആളായില്ല, ബോധമില്ലാത്ത ആളായില്ല. നമുക്ക് അറിയില്ലാത്തവരെ മറ്റൊരാളോട് ചോദിച്ച് തന്നെ മുന്നോട്ട് പോകാൻ അല്ലേ. അങ്ങനെ ചെയ്താലേ നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് നേടാൻ സാധിക്കുള്ളൂ അല്ലേ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മാസത്തിൽ നല്ലതാണോ മോശമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ പഠിക്കുന്നതിന് കഴിഞ്ഞു ഇരട്ടി വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക്, ഇപ്പം നിങ്ങൾ ഒന്ന് പഠിച്ചാൽ മതിയായിരിക്കും, നിങ്ങൾക്ക് നല്ല മെമ്മറിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇനി ഒരു 3-4 തവണ അല്ലെങ്കിൽ 5 തവണയൊക്കെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. കാരണം അതനുസരിച്ച് ഒരു ഇത് മോശം ടൈമല്ല, പ്രാക്ടീസ് കൂടുതൽ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് തെറ്റ് പറ്റാതിരിക്കാനുള്ള സാധ്യത കൂടുകയാണ്. സോ അങ്ങനെ പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കും. സോ അതൊരു
ബുദ്ധിമുട്ടായിട്ട് കരുതണ്ട. എന്താണ്, കുറച്ചൊക്കെ കഷ്ടപ്പാട് സഹിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി ഒന്ന് വർക്ക് ചെയ്യണം. സോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം ഈ ടൈം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തിയിട്ട് എന്ത് ചെയ്യുക, പഠനത്തിൽ കുറച്ച് ശ്രദ്ധ കൂടുതൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അതേപോലെ നമുക്ക് കഴിഞ്ഞ് സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിനും ശരീരത്തിനൊക്കെ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ സറൗണ്ടിങ് ഒക്കെ നോക്കിയാൽ നമുക്ക് അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയായിരിക്കില്ല തരാം. സോ നമുക്ക് എന്താണ്, നമ്മൾ വിചാരിക്കുന്ന പോലെ ഓരോ കാര്യങ്ങൾ നടന്നതെന്നും വരില്ല കേട്ടോ. മേടരാശി ജനിക്കുന്ന സ്ത്രീകൾ എന്താണ്, മനസ്സിൽ ഓരോ കാര്യങ്ങൾ വിചാരിക്കും, അതുപോലെ ഓരോ സാഹചര്യങ്ങളും നടന്നു വരും അല്ലെങ്കിൽ അനുകൂലമായി വരും എന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സോ ഇതെന്താ, ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സാഹചര്യത്തെ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു പ്രെഡിക്ഷൻ തരുന്നത് എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങളെ പേടിപ്പിക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ സുഖിപ്പിക്കാനോ ആയിട്ടല്ല. ഞാൻ എന്താണ് പഠിച്ചത് അല്ലെങ്കിൽ ഞാൻ പഠിച്ചതനുസരിച്ചുള്ള എൻ്റെ അനലൈസിൽ നിന്ന് ഞാൻ നൽകുന്നതെന്ന് പറയുന്ന ഒരു സിഗ്നലാണ്, ഒരു സിഗ്നൽ ബോർഡാണ്. ഇങ്ങനെയൊക്കെ ഒരു വരാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളതൊക്കെ ശ്രദ്ധിച്ച് അനുകൂലിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അതൊക്കെ അനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോവാം. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു കുരി ഉണ്ടെങ്കിൽ മുമ്പിൽ കുരിയുണ്ട്, അല്ലാതെ കുരിയില്ല. അല്ലാതെ ഞാൻ പറയണം അവിടെ മുമ്പിൽ കുരിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വിട്ട് കഴിഞ്ഞാൽ കുരി ചാടിപ്പോവില്ലേ. ഇനി തന്നെ അവിടെ വലിയ കുരിയാണ്, അങ്ങോട്ട് പോവുകയോ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് കഴിഞ്ഞാൽ അപ്പുറത്തെ പാതയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. സോ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു വരി കണ്ടുപിടിച്ച് മുന്നോട്ട് പോവാം അല്ലേ, അവിടെ പേടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. സോ അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പെരുമാറുക കേട്ടോ. അതുപോലെ ആരോഗ്യ സംബന്ധം നോക്കിയാലും മുതിർന്ന ആൾക്കാരൊക്കെ നോക്കി കഴിഞ്ഞാലും നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. മുതിർന്ന ആൾക്കാരും മേടരാശി അടിച്ചാലും നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും എടുത്ത് ഒത്തിരി ചാടണ്ട. അതുപോലെ തന്നെ എന്താണ്, റിസ്ക് ഒക്കെ കുറഞ്ഞ കാര്യങ്ങളിലേക്കൊക്കെ ചാടുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി മേടരാശിക്ക് കേട്ടോ. അപ്പോൾ ഇത്ര കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് ഓക്കെ ആയിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ മേടരാശിയുടെ ഫലം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത ഇടവരാശിയാണ്. കാർത്തിക മുക്കാട് രോഹിണി മകേരം വരെ അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് ഇടവരാശി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇടവരാശിയെ സംബന്ധിച്ചോളം ഈ ഫെബ്രുവരി മാസം എങ്ങനെയുണ്ട്, എനിക്ക് ഈ മാസം പ്രതീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ അനുകൂലിച്ച് നിൽക്കുന്ന സമയമാണോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. ഇത് പറയുമ്പോൾ നമുക്ക് ഇടവരാശിയെ സംബന്ധിച്ച് ഈ ഒരു മാസത്തെ ഫെബ്രുവരി മാസം നോക്കുകയാണെങ്കിൽ ശുക്രനാണെങ്കിൽ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ്. ശനിയും ബുധനും അതുപോലെ തന്നെ ആദിത്യൻ്റെ ഒക്കെ സപ്പോർട്ട് നമുക്ക് കിട്ടുന്ന സമയമാണ്. അതുപോലെ തന്നെ രാഹുവും ശുക്രനും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. സോ നമ്മുടെ ജാതകത്തിൽ നമ്മുടെ ശുക്രനൊക്കെ ബലമുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്കൊരു കാര്യം നടക്കണം. അപ്പോൾ നമ്മുടെ ജാതകത്തിൽ എന്താണ്, നമ്മൾ ശുക്രൻ അനുകൂലത്തിലാണ്, ഇപ്പോൾ ദശയൊക്കെ നടക്കുന്ന അനുകൂലമായെങ്കിൽ നമുക്ക് എന്താണ്, കുറച്ചുകൂടി നമുക്ക് അനുകൂലമായ അവസ്ഥയിലേക്ക് നമ്മളെ നയിക്കാൻ ചാൻസ് ഉള്ള സമയമാണ്. അതുപോലെ തൊഴിൽ സംബന്ധമൊക്കെ നോക്കുകയാണെങ്കിൽ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള യോഗമുണ്ട്, തൊഴിൽ നേട്ടത്തിനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള തൊഴിലിൽ നിന്ന് ഒരു പ്രൊമോഷൻ ലഭിക്കാനോ അല്ലെങ്കിൽ ഒന്ന് സ്ഥലം മാറണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് തന്നെ അനുകൂലമായ സാഹചര്യമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങി വരുന്ന സമയമാണ്. അതുപോലെ തന്നെ കുടുംബത്തെ സംബന്ധിച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ട് നോക്കിയാലും നമുക്ക് അനുകൂലമായ സാഹചര്യമൊക്കെയാണ്. വലിയ തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എന്നിരുന്നാലും എന്താണ്, ചെറിയ തരത്തിലുള്ള ചെറിയ പൊട്ടലും ചീറ്റിലുണ്ട്. എന്നാലും ഇത് വലിയ കാര്യമൊക്കെ എടുക്കണ്ട. ബാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമൊക്കെയാണ്. ഇടവരാശിയെ സംബന്ധിച്ചുള്ള ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഒരു ഗുഡ് മന്ത് തന്നെയായിരിക്കും കേട്ടോ. വലിയ അടുത്ത് വിഷമിക്കേണ്ടയോ ദുഃഖിക്കേണ്ട ആവശ്യമൊന്നും കാണില്ല. നിങ്ങൾക്ക് എന്താണ്, ഒന്ന് പുഞ്ചിരിയോടെ തന്നെ ഈ ഒരു മാസത്തെ കടത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ പല നാളായിട്ട് പരിശ്രമിക്കുകയാണ് ജോലിക്ക് വേണ്ടി, പല നാളായിട്ട് വർഷങ്ങളായിട്ട് ശ്രമിച്ചു, കിട്ടിയൊന്നുമില്ല. പക്ഷേ ഈ സമയത്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇത്ര നാൾ ശ്രമിച്ചവർക്കൊക്കെ പറ്റുന്ന, ഇത്ര നാളൊന്നും ശ്രമിച്ചു ഇനി കിട്ടില്ലല്ലോ ഓർത്ത് വിഷമിച്ച് ദുഃഖിച്ച് മാറി നിൽക്കാതെ വീണ്ടും ആ പരിശ്രമം ഒന്ന് ഊർജ്ജിതരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ മാസമാണ്. സോ വേസ്റ്റ് ആക്കി കളിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഫോക്കസ് കൊടുത്ത് നല്ല രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടക്കും. അതുപോലെ തന്നെ വിദ്യാ ലോണ്, അതുപോലെ തന്നെ എന്താണ് എന്തെങ്കിലും തരത്തിൽ ലോണുകളൊക്കെ എടുക്കാൻ നിൽക്കുന്നവർക്കായാലും അതിനും അനുകൂലമായ സാഹചര്യമാണ്. വിദേശത്ത് പോകുന്ന ശ്രമിക്കുന്നവർക്ക് അതിനും അനുകൂലമായ സമയമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഭാഗ്യ അനുഭവങ്ങളൊക്കെ കാത്ത് സംരക്ഷിക്കുന്ന ഒരു മാസമായിട്ട് നമുക്ക് എന്ത് കാണാം, ഫെബ്രുവരി മാസത്തെ ഇടവരാശിക്കാർക്ക് കാണാൻ സാധിക്കും. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാനൊക്കെ എക്സിക്യൂഷൻ ചെയ്യാനൊക്കെ അനുകൂലമായ സമയമാണ് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഇടവരാശിയെ സംബന്ധിച്ച് ഒരു ഫെബ്രുവരി മാസമായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഗുഡ് സൈൻ, ഒരു പോസിറ്റീവ് വൈബ്രേഷനായിട്ട് നമുക്ക് തോന്നും, ഫീൽ ചെയ്യുന്നൊരു ടൈം തന്നെയാണ്. പ്രകൃതി തന്നെ നമുക്ക് അല്ലെങ്കിൽ ഈശ്വരൻ തന്നെ നമുക്ക് എന്താണ് ഒരു അനുകൂല സാഹചര്യങ്ങളൊക്കെ ഒരുക്കി തരും. സോ എന്നോർത്ത് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കൽ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാനുള്ള വർക്ക് കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യുക കേട്ടോ. നല്ല സമയമാണെന്ന് ഞാൻ വെറുതെ ഇരിക്കാം എന്നൊരു തോന്നലാണ് ആർക്കും വരുന്നത്. ഞാൻ പണ്ടോട്ടെ വീഡിയോയിൽ പറയാറുള്ള കാര്യമാണ്, നല്ല സമയം വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് പരിശ്രമിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനനുസരിച്ച് വിജയം ഉണ്ടാവുള്ളൂ. നമുക്ക് എന്നാൽ ഈശ്വരൻ കൊണ്ടുവന്ന് തരട്ടെ എന്ന് വിചാരിച്ച് കൈകെട്ടി നിൽക്കുകയല്ല ചെയ്യണ്ടേ. നമ്മൾ അധ്വാനിക്കാനുള്ള അധ്വാനിച്ച് കഴിഞ്ഞാൽ ഈശ്വരൻ എന്ത് ചെയ്യും,
ഈശ്വരൻ്റെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഈശ്വരൻ നമുക്ക് അനുകൂലമാക്കി തരും. ഓക്കെ, താൻ പാതി ദൈവം പാതി എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ ചെയ്യാനുള്ള എന്തെങ്കിലും നമ്മൾ ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈശ്വരനെ ആശ്രയിക്കാം. അല്ലാതെ ഒന്നും ചെയ്യാതിരുന്നിട്ട് ഇപ്പം കാണാറുണ്ട് ചില പരീക്ഷകൾ അടക്കുമ്പോൾ ഈശ്വരൻ്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുക, വഴിപാടുകൾ ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് ഓരോ കാര്യങ്ങൾ. പക്ഷെ പഠിക്കേണ്ട സമയത്ത് പഠിച്ചിട്ട് പരീക്ഷ സമയത്ത് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരണം. എന്നാൽ ഒരു പാഠവും പഠിക്കാതെ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചിരുന്നിട്ട് അത് മാത്രം വരണം എന്ന് വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലേ. നമ്മൾ നോക്കണം, ഇത്രയും ക്വസ്റ്റ്യൻ മിനിമം വരും. സോ എന്ത് ചെയ്യുക, നമുക്ക് പഠിക്കാൻ തന്നെങ്കിൽ സിലബസ് നമ്മൾ പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് എന്താണ് അനുകൂലമായിട്ട് നമുക്ക് അനുസരിച്ചുള്ള ആ സമയത്ത് നമുക്ക് ആ ബുദ്ധി തെളിച്ച് തന്ന് നമുക്ക് എന്ത് ചെയ്യും, പരീക്ഷയിലൊക്കെ വിജയിക്കാൻ നേടാൻ സാധിക്കും. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത് എന്തൊരു കാര്യം, ജോലിത്തിലായാലും കുടുംബത്തിൻ്റെ കാര്യത്തിലായാലും വിവാഹ കാര്യങ്ങളിലായാലും എന്താണ് മൊത്തത്തിൽ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കിയാൽ, ആരോഗ്യ സംബന്ധിച്ചാൽ നോക്കിയാൽ എല്ലാത്തിനും നമുക്ക് അനുകൂലമാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക, ചുമ്മാ പൊട്ടത്തരത്തിലെ ഓരോ കാര്യങ്ങൾ ചെയ്യില്ല, അത് നമ്മുടെ ബുദ്ധിപരമായിട്ടുള്ള കാര്യമാണ്. സോ അത് നമ്മൾ ചിന്തിക്കുക. നമ്മൾ പറയാണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും എന്താണ് ലോജിക്ക്, നമ്മുടെ ലോജിക്ക് വെച്ച് കണക്ട് ചെയ്ത് മാത്രം നമ്മൾ ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന് ഞാൻ തുടക്കം തൊട്ടേ പറഞ്ഞൊരു കാര്യമാണ്. സോ മനസ്സിലായെന്ന് വിചാരിക്കും. ഇടരാശിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ഗുഡ് സൈനായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക ഈ ഒരു ഗ്രഹനിലയൊക്കെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ. സോ വിഷമിക്കേണ്ട, സന്തോഷിക്കുക. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, കൃത്യമായിട്ട് നിങ്ങളുടെ വർക്ക് ചെയ്യുക. അപ്പോൾ എന്താണ്, ഈശ്വരനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് തന്നേ മടങ്ങുക അല്ലേ. ഈശ്വരൻ അപ്പം എന്താണ് നിങ്ങൾക്ക് തരേണ്ട പ്രതിഫലം തന്നേയല്ലേ പറ്റുള്ളൂ. സോ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് തന്നിട്ടല്ലേ പറ്റുള്ളൂ. സോ എന്താണ്, നല്ലത് ചെയ്യുക, ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കേട്ടോ. അടുത്ത മിഥുന രാശിയാണല്ലേ. മകേരമര, തിരുവാതിര, പുണർദം, മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് മിഥുന രാശി എന്ന് പറയുന്നത്. മിഥുന രാശിക്ക് ഈ ഒരു ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, വ്യാഴത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 12ലാണ് നിൽക്കുക. അതുപോലെ തന്നെ ബുധനും സൂര്യനും കൂടി 8ൽ നിൽക്കുന്നുണ്ട്. ഫെബ്രുവരി 13 ബുധനും ശനിയും സൂര്യനും കൂടി യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴവും, വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശുക്രൻ നിൽക്കുന്ന സമയമാണ്. ശുക്രനാണെങ്കിൽ ഉച്ചക്ഷേത്രത്തിലാണ്. ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് മീനരാശിയിലാണ് അല്ലേ, 10ാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് മിഥുനത്തിന്. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിന് സന്തോഷങ്ങളൊക്കെ കൊണ്ടുവന്ന് വരുന്ന സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി തുടങ്ങുന്ന സമയമായിരിക്കും ഈ ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് കുജനെ നോക്കിക്കഴിഞ്ഞുമ്പോൾ നമ്മളുടെ എന്താണ് ജന്മത്തിലാണ് നിൽക്കുന്നത്. സോ മിഥുന രാശിയിലാണ് നിൽക്കുന്നത്. സോ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ദേഷ്യങ്ങളുണ്ടാവുക, കോപങ്ങളുണ്ടാവുക, ആവശ്യമില്ലാത്ത വാശികളുണ്ടാവുക, ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം, നല്ലതായിരിക്കും മിഥുന രാശിക്കാരെ സംബന്ധിച്ച് നോക്കുക. കാരണം നമുക്ക് കൂട്ടായി നിൽക്കുന്നവർ നമ്മളിൽ നിന്ന് വിട്ടു പോകണമെങ്കിൽ നമ്മളുടെ വായിൽ നിന്ന് അറിയാത്തത് പറയണം, അല്ലെങ്കിൽ അവർ എന്താണ് അവരെ വിഷമിക്കുന്ന തരത്തിൽ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ആ ഒരു ബന്ധം അവിടെ മുഴിയും അല്ലേ. സോ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആവശ്യമില്ലാത്ത ദേഷ്യങ്ങളൊക്കെ വരുമ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യുക. മെഡിറ്റേഷൻ, യോഗ, ധ്യാനം ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് സമയത്ത് അല്ലെങ്കിൽ എന്താണ് ഒരു നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. മൈൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഇമോഷണൽ കൺട്രോളൊക്കെ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പല നാളായിട്ട് ഞാൻ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ തൊഴിലൊന്ന് മാറിയാലോ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് മാറിയാലോ, സ്ഥലം ഒന്ന് മാറിയാലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങാവുന്ന സമയമാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ നിങ്ങൾക്ക് നീക്കി തുടങ്ങാവുന്നൊരു കാര്യമാണ്. അതിനൊക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ. അതുപോലെ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 10ലാണ് ശുക്രൻ നിൽക്കുന്നത്. എന്തൊക്കെ അവസരങ്ങളാണ് നമ്മൾ തേടുന്ന അവസരങ്ങളൊക്കെ എന്താണ് ഇല്ല എന്ന് പറയാൻ സാധിക്കില്ല, അല്ലെങ്കിൽ തരില്ല, അവസരങ്ങൾ തരാൻ പാടില്ല എന്നൊരിതുണ്ടാവില്ല. പക്ഷെ കുറച്ച് മത്സരങ്ങളൊക്കെ ഉണ്ടാകും. മത്സരിച്ച് നമ്മൾ വേണം ജയിക്കാൻ, അവസരങ്ങൾ പിടിക്കാൻ വേണ്ടി, അത്രേ ഉള്ളൂ. സോ തൊഴിലൊക്കെ അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനും മറ്റ് അവസരങ്ങളൊക്കെ തേടുന്നവർക്ക് അതൊക്കെ കിട്ടാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബിസിനസ് ചെയ്യുന്നവരാവാം, ജോലിക്ക് പോകുന്നവരാവാം, എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഒരു സേവിങ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇതുവരെ തുടങ്ങിയിട്ടില്ലെങ്കിൽ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യണം. സോ അതിന് അനുകൂലമായൊരു സമയമാണ്. സേവിങ്ങിനെ കുറിച്ചൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട്. സോ പ്ലാൻ ചെയ്ത് തുടങ്ങും കേട്ടോ. അതുപോലെ തന്നെ ഫാമിലി ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് അതൊക്കെ നടത്താവുന്ന സമയമാണ്. ഇനി അതിൽ എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തി വെക്കാവുന്നവർക്ക് അത് നടത്തി വെക്കാം. എന്നിട്ട് ബാക്കി കണ്ടിന്യൂസ് പഠിക്കാനൊക്കെ പോകാൻ പറ്റുന്നൊരു സമയമാണ്. അതൊക്കെ അനുകൂലമായ ടൈമാണ് കേട്ടോ. പൊതുവെ നോക്കിക്കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകാനും, ഇപ്പം എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് കുറച്ചാണ്, ഞാനൊരു വർഷം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം എന്താണ് ഒന്ന് ജോലിക്കൊക്കെ പോകുന്ന തുടങ്ങുന്നവർക്ക് ജോലിക്ക് പോകാം, ഇനി അല്ല പഠിക്കാനുള്ളവർക്ക് പഠിക്കാം, എൻഗേജ്മെൻറ്റ് നടത്തിയിട്ടായാലും. സോ അതിനൊക്കെ അനുകൂലമായ ടൈമാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ സാഹചര്യം, നമുക്ക് ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ പറ്റുന്നൊരു ടൈം തന്നെയായിരിക്കും. നമുക്ക് ധൈര്യമൊക്കെ വർദ്ധിക്കുന്ന ടൈം, നമ്മുടെ ഒരു ആത്മവിശ്വാസമൊക്കെ വർദ്ധിക്കുന്ന സമയമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു ടൈമാണ് ഈ ഫെബ്രുവരി
മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുക, പലതരത്തിലുള്ള തടസ്സങ്ങൾ, പലതരത്തിലുള്ള വിഘ്നങ്ങളൊക്കെ എന്താണ് സ്ട്രഗിൾസൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവാം. സോ ആ ഫേസ് ചെയ്തേക്കുന്ന സ്ട്രഗിളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷ നേടാൻ പറ്റുന്നൊരു സമയമാണ് ഈ ടൈം. നിങ്ങൾക്ക് ഇവിടെ ഒരു മോട്ടിവേഷൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ മറ്റുള്ളവരെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തതല്ല, നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേറ്റ് ആണോ. സെൽഫ് മോട്ടിവേഷൻ ഉണ്ടോ, ഓക്കെ ആയിരിക്കും. സോ ഈ മാസത്തിൽ, ഈ ഒരു മന്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സെൽഫ് മോട്ടിവേറ്റ് ആവാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച്, ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ തുടങ്ങേണ്ട ടൈമാണ്. സോ തുടങ്ങുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണ് ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ വലിയ തരത്തിലൊരു ഗ്രഹങ്ങൾ നമ്മളെങ്ങനെ വീക്കാക്കുന്നില്ല. സോ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം ആരോഗ്യ സംബന്ധമായിട്ട് നോക്കി കഴിയുമ്പോൾ. അതുപോലെ തന്നെ ഇച്ചിരി വയസ്സിൽ മുതിർന്നവർ, സീനിയേഴ്സായിട്ടുള്ളവർ ഒരു കാര്യം തുടങ്ങണം, എനിക്ക് വെറുതെ ഇരുന്നിട്ടും മുഷിഞ്ഞു തുടങ്ങി, അപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക്, നിങ്ങൾക്ക് ആ ഒരു ഫീൽഡിനെക്കുറിച്ച് എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് അനുകൂല സമയമാണ്. നിങ്ങളുടെ എക്സ്പീരിയൻസ്, നോളജൊക്കെ വെച്ച് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അനുകൂലമായ സാഹചര്യമാണ്. സോ ആ നമ്മുടെ അറിവിനെ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ നല്ല ഉത്തമമായ സമയമാണ്. സോ ഈ സമയത്ത് മാക്സിമം യൂസ് ചെയ്യുക കേട്ടോ. നമ്മൾ ഈ നല്ല ടൈം വരുമ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോശം സമയത്ത് നമ്മളെ വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യാതിരിക്കും. സോ ആ കാര്യങ്ങൾ എന്ന് പറയാൻ വേണ്ടിയാണ് നേരത്തെ ഈ ഒരു പ്രെഡിക്ഷൻസ് ഒക്കെ തരണേ. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്ന മിഥുനരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ ദുഃഖിക്കൊന്നും വേണ്ടാന്ന്, നമ്മൾ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക, ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോവുക കേട്ടോ. കർക്കിടക രാശി. പുണർതം കാല പൂയം ആയില്യം അടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ കർക്കിടക രാശിയെ സംബന്ധിച്ചോളം ഈ ഒരു ഫെബ്രുവരി മാസം എങ്ങനെയുണ്ട്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ശുഭാപ്തി വിശ്വാസത്തോടെ നിൽക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് കഷ്ടപ്പെടുകയൊന്നും ഉണ്ടാവില്ല, സുഖമായിട്ട് ജീവിക്കാം എന്ന് ഞാൻ പറയില്ല. എന്നാൽ എന്താണ്, അങ്ങനെ വലിയ കഷ്ടപ്പാടുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. എന്താണ് സമ്മിശ്ര ഫലമായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഗുണവും ദോഷവും സമ്മിശ്രമായിട്ട് ഇടകലർന്ന ഒരു അവസ്ഥയായിരിക്കും ഒരു മാസം എന്ന് പറയുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 12 കൊച്ചു നോക്കുന്ന സമയമാണ്, 8 ശനി, അതുപോലെ തന്നെ ആദിത്യന് 8, അതുപോലെ തന്നെ ബുധൻ 8, 9 ശുക്രന് ഉച്ചത്തിൽ നോക്കുന്ന സമയമാണ്. ഈ മാസം നമുക്ക് കുറച്ചൊക്കെ സമാധാനം കിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കിട്ടും. കുറച്ചൊക്കെ സമാധാനമൊക്കെ നമുക്ക് കിട്ടുന്ന സമയമാണ്. നമ്മുടെ പ്രശ്നം തൊഴിൽ സംബന്ധമായിട്ട്, അല്ലെങ്കിൽ കട സംബന്ധമായിട്ട്, ആരോഗ്യ സംബന്ധമായിട്ട്, ധനം റിലേറ്റഡ് ഒക്കെ ആണെങ്കിൽ ഈ മാസത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള ഇതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം. എന്ന് വെച്ചാൽ തൊഴിലില്ലാത്തവർക്കാണെങ്കിൽ തൊഴിലൊക്കെ അന്വേഷിച്ച് തുടങ്ങാൻ നിങ്ങൾക്ക് തൊഴിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, പോബിലിറ്റിയിലുണ്ട്. സോ നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. സോ ലോണൊക്കെ ഉണ്ട്, നിങ്ങൾക്കൊന്ന് അടിക്കാനൊക്കെ ശ്രമിക്കുന്നവർക്കാണെങ്കിൽ അതിനൊക്കെ പരിശ്രമിച്ച് തുടങ്ങാം. നിങ്ങൾക്ക് എന്താണ് പയ്യെ കടമൊക്കെ അടിക്കാൻ നോക്കാം. ഇനി ലോൺ എടുക്കാൻ നിൽക്കുന്നവർ, കടം വാങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓരോരുത്തരോട് ചോദിച്ചു പോകാം, അല്ലെങ്കിൽ ബാങ്കിൽ പോയി ഓരോ അപേക്ഷകളൊക്കെ കൊടുത്തു തുടങ്ങാവുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് നോക്കുക, നിങ്ങളൊന്ന് ആരോഗ്യം ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയൊക്കെ ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്താണ് നിങ്ങൾക്ക് ഈ തവണത്തെ ആവശ്യം, ഇതൊക്കെ റിലേറ്റഡ് ആണ്, തൊഴിൽ സംബന്ധമായിട്ട്, ധനം റിലേറ്റഡ്, ലോൺ റിലേറ്റഡ്, ആരോഗ്യം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതിനുള്ള പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു സമയമാണ്. സോ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തൊരു കാര്യത്തിന് വേണ്ടിയാണ് തയ്യാറാകുന്നത് ആ കാര്യം എന്താണ് നിങ്ങളിലേക്ക് എത്താൻ അല്ലെങ്കിൽ തയ്യാറായി കിട്ടുവാൻ ഉള്ള പോസിബിലിറ്റി കൂടുതലാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ പരിശ്രമത്തിലൊക്കെ നിങ്ങളെ നിരാശപ്പെടാതെ വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു തൊഴിൽ അന്വേഷിക്കുകയാണ്, കിട്ടിയില്ല, അവിടെ കൊണ്ട് നിർത്താതെ വീണ്ടും അടുത്ത തൊഴിലിന് വേണ്ടി അന്വേഷിക്കാം. ഒന്ന് പോയാൽ അടുത്തത്, ഒന്ന് പോയാൽ മറ്റൊന്ന്, ഈ ഒരു ചിന്താഗതിയിൽ വീണ്ടും എന്ത് ചെയ്യുക, പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ഈ പരിശ്രമത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലക്ഷ്യസ്ഥാനത്തെത്തുക എന്നുള്ളതായിരിക്കണം. ഓക്കെ, നമുക്ക് ജോലി കിട്ടുക എന്നുള്ളതാണ് ലക്ഷ്യമെങ്കിൽ പരിശ്രമിക്കുന്ന എന്തിനു വേണ്ടിയായിരിക്കണം, ആ ജോലി കിട്ടാൻ വേണ്ടിയായിരിക്കണം. സോ അതിനുവേണ്ടി വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കാം. 1, 2, 10 തവണ പരിശ്രമിച്ചു എന്ന് വിചാരിച്ച് ടയേർഡാവാതെ വീണ്ടും ഓരോ പരിശ്രമത്തിൽ പരാജയപ്പെടുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ശക്തി ആർജിച്ച് എന്ത് ചെയ്യുക, വീണ്ടും പരിശ്രമിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് തീർക്കാൻ നോക്കും. ഇപ്പോൾ ഒരു ജോലി നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ജോലി കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഇപ്പുറത്തെ ജോലി എന്താണോ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നമ്മളത് ചെയ്ത് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു കാര്യം ചെയ്തു, അപ്പം എന്താ അതിനൊരു പ്രതിഫലം എനിക്ക് കിട്ടും, ആ പ്രതിഫലത്തിന് വേണ്ടി തന്നെ എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കല്ല. ഇപ്പം നിങ്ങൾ ഒരു ചെയ്യാനുള്ള കാര്യം ചെയ്തു പോവുക. ഓക്കെ, അതിൻ്റെ ഫലം എന്തായാലും എന്താണ് ഇന്നലെ നാളെ ഈശ്വരൻ നമുക്ക് തരും. ഓക്കെ, ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. സോ ഇന്ന് ചെയ്താൽ ഇന്ന് തന്നെ എനിക്ക് അത് പ്രതിഫലം കിട്ടുമെന്ന രീതിയിലല്ലാതെ നിങ്ങൾക്ക് ഇപ്പം ചെയ്യാനുള്ള ടൈം ഓരോ കാര്യങ്ങൾ ചെയ്തു പോവുക. അതിനുള്ള പ്രതിഫലം എന്താണ് ഈശ്വരൻ എന്തായാലും നമുക്ക് തരും. സോ ആ ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കേട്ടോ. സോ അതുപോലെ തന്നെ 8 തന്നെയാണ് ശനി നിൽക്കുന്നത്. സോ നമുക്ക് എന്താണ് ടെൻഷൻ സ്ട്രെസ്സൊക്കെ ഉണ്ടാവും. ഓക്കെ, അഷ്ടമ ശനി തന്നെയാണ്. സോ ആ കാര്യങ്ങളെ ശ്രദ്ധിക്കാം. 12 കുജം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും നമുക്ക് എന്താണ് പരിപൂർണമായിട്ട് നമ്മളൊരു ബഹുമാനം ലഭിച്ചതെന്ന് വരില്ല. എല്ലാവരും നമ്മളവിടെ ചെല്ലുമ്പോൾ
ഇന്ന ആളാണ്, അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് ഭയങ്കരമായിട്ട് നമ്മളെ ബഹുമാനിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ആദരിക്കപ്പെടും എന്ന് വിചാരിക്കല്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾ ക്യാഷ്വലായിട്ട് പോയി വരിക, ഇത്ര കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങൾ, കുടുംബം, ഫാമിലി റിലേറ്റഡ് ഒക്കെ നോക്കിയാൽ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായ സമയമല്ല കർക്കിടക രാശിക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. സോ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുടുംബത്തിലുള്ളവർ തമ്മിലായാലും ചെറിയ തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ടാവാനും ചാൻസ് കൂടിയ സമയം തന്നെയാണ് കേട്ടോ. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും ബുധനും ആദിത്യനും കൂടി യോഗം ചെയ്ത് നിൽക്കുകയാണെങ്കിലും ഇവർ 8ലാണ് നിൽക്കുന്നത്. അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ 12ൽ കുജം വരുന്നൊരു സമയമാണ്. സോ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് കൃത്യമായി നിങ്ങൾ ഫോക്കസ് ചെയ്യാം, കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കൊടുക്കുക. നിങ്ങൾ പഠിക്കുന്ന കാലത്ത് ശ്രദ്ധ കൂടുതൽ കൊടുക്കുക. നിങ്ങളുടെ നോളജ് ഫോക്കസ് കൊടുത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാം. മറ്റുള്ള എക്സ്ട്രാ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നമ്മുടെ നോളജ് എന്താണ്, ആ നോളജിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനാണ്. ആവശ്യമില്ലാത്ത സ്ട്രെസ്, അതുപോലെ ടെൻഷൻസ് ഒന്നും നമ്മുടെ മൈൻഡിലേക്ക് നിറയ്ക്കാതെ നമ്മൾ എന്ത് ചെയ്യുക, ഹാപ്പി ആയിട്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവാം. അവിടെ ഒത്തിരി ടെൻഷൻസ്, ഒത്തിരി വലിയ പ്രഷേഴ്സ് ഒന്നും വരുത്തി വെക്കണ്ട. അതുപോലെ തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പഠനമാണ് ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യമില്ലാതെ എത്ര പഠിച്ചിട്ടും കാര്യമില്ല. കാരണം നന്നായി പഠിച്ചു, പരീക്ഷയുടെ അന്ന് നമ്മൾ പോയി തലകറങ്ങി വീണിട്ടോ വല്ല ബോധം കെട്ട് വീണിട്ടോ വല്ല പ്രയോജനം ഉണ്ടില്ല. നമ്മൾ പഠിച്ചുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. സോ നിങ്ങളുടെ ഹെൽത്തും കൂടി നിങ്ങൾ ടേക്ക് കെയർ ചെയ്ത് തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം കേട്ടോ. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ നോക്കിക്കഴിഞ്ഞാലും കർക്കിടക രാശിയുള്ളവർ എന്ത് ചെയ്യുക, പൊതുവെ ഹെൽത്തിനെ കുറിച്ച് ഒന്ന് കോൺഷ്യസ് ആവുന്ന ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭാഗ്യ അനുഭവങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ ഭാഗ്യം നിങ്ങളെ പിന്തുണയ്ക്കുന്ന സമയം തന്നെയാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. സോ ആ കാര്യത്തിലും ടെൻഷനൊന്നും അടിക്കേണ്ട. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്ര ഫലമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലൈഫ് ഹാപ്പി ആയിരിക്കും. അപ്പോൾ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക കേട്ടോ. അടുത്ത ചിങ്ങരാശിയാണ്. മകം, പൂരം, ഉത്രം കാടങ്ങുന്ന 2 നക്ഷത്രമാണ് ചിങ്ങരാശി എന്ന് പറയുന്നത് അല്ലേ. ചിങ്ങരാശി നോക്കിക്കഴിയുമ്പോൾ നമുക്ക് 8ലെ ശുക്രനും അതുപോലെ തന്നെ ചിങ്ങത്തിലേക്ക് സൂര്യനും ബുധനും ദൃഷ്ടി വരുന്നുണ്ട്. വ്യാഴം 10, അതുപോലെ തന്നെ കുജൻ 11 നിൽക്കുന്ന സമയമാണ്. പണം കൊടുക്കൽ വാങ്ങലൊക്കെ ഉള്ളവരൊന്ന്, അതുപോലെ തന്നെ ജോലി ചെയ്യുന്നവർ, റിലേഷൻഷിപ്പിലുള്ളവർ, എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഒന്ന് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ, അതുപോലെ തന്നെ ലൈഫ് എന്ന് വെച്ചാൽ ഭാര്യ ഭർത്തൃവാദിയായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് ചിങ്ങരാശിയെ സംബന്ധിച്ചോളം ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഈ മാസം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ്. ചില സമയത്തെങ്കിലും നമുക്ക് തോന്നും നമ്മുടെ എനർജി ലോസ് ആവുന്ന പോലെ, നമുക്ക് വീക്ക് ആവുന്ന പോലെ, ഭയങ്കര ഡല്ലാവുന്ന പോലെ, നമുക്കൊരു ഉന്മേഷമില്ലാത്തൊരവസ്ഥയായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ള മാസമാണ് ഈ ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള മാസമായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ നമ്മൾ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ഉചിതമാവുന്ന ഒരു മാസമായിരിക്കും ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഒരു വ്യക്തിയോട് സഹായങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദിച്ചൊപ്പം തന്നെ നമുക്കത് കിട്ടിയെന്നൊന്നും വരില്ല. സോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാതെ നമ്മൾ ഒത്തിരി ദൂരത്തടിക്കാനോ ഒത്തിരി എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സംസാരങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ എന്തൊരു കാര്യം നിൽക്കുമ്പോൾ പയ്യെ സമാധാനത്തെ പേഷ്യൻസോടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക്, ആലോചിക്കുന്നവർക്കൊക്കെ ചിന്തിച്ച് മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുക. വിവാഹ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പെൺവീട്ടുകാരായാലും അല്ലെങ്കിൽ ആൺവീട്ടുകാരായാലും ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സറൗണ്ടിങ്സ് ഒന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കുടുംബത്തിനെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിച്ച് വിവാഹമൊക്കെ നടത്തുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം എന്ന് പറയുന്നത് നല്ല മാസമാണ്. വിദ്യാർത്ഥികൾക്ക് അത്ര പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സോ നിങ്ങൾക്ക് ഫെബ്രുവരി മാസം എന്ന് പറയുന്ന അനുകൂലമാണ്. സോ ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. നല്ല രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, പഠനത്തിലേക്ക് ഫോക്കസ് കൊടുക്കാൻ ഈ ടൈം യൂസ് ചെയ്യുക വിദ്യാർത്ഥികൾ മാക്സിമം കേട്ടോ. അതുപോലെ ആരോഗ്യ സംബന്ധം നോക്കുകഴിഞ്ഞാൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ടേക്ക് കെയർസ് ഒക്കെ എടുക്കണം. പക്ഷേ വലിയ തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ തരത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുജൻ 11, അതുപോലെ വ്യാഴം 10, ശുക്രൻ 8 നിൽക്കുന്നത്. സോ മൈനറായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസേ ഉണ്ടാവുള്ളൂ. വലിയ തരത്തിൽ മേജറായിട്ടുള്ള ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ പണം അത് കൊടുക്കൽ, അതുപോലെ ലോൺ എടുക്കൽ, ലോൺ കൊടുക്കൽ, ഇതൊക്കെ ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഒരു എക്സ്ട്രാ കെയർ എടുക്കുന്ന അവിടെ നമുക്ക് ഉണ്ടാവുന്ന ഒത്തിരി ലോസസിൽ നിന്ന് നമ്മളെ രക്ഷിക്കും കേട്ടോ. അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നവരായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുമ്പം കൃത്യമായിട്ടൊന്ന് മാനേജ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൃത്യമായിട്ട് അതിൽ എക്സ്പെർട്ടൈസ് ഉള്ളവരെ നിർത്തി എന്ത് ചെയ്യുക, ഒന്ന് മാനേജ് ചെയ്ത് പോയാൽ നമുക്ക് ബിസിനസ് ലൈഫായാലും കുറച്ചുകൂടി
സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ എക്സ്പെൻസസ് കയറി വരിക, അൺവാണ്ടഡ് കുറേ ലോസസ് വരിക, ഇതൊക്കെ സാഹചര്യമുണ്ട്. സോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാലും തൊഴിലിന് പോയി വരുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് അനാവശ്യമായിട്ട് കുറച്ച് ചിലവുകളൊക്കെ എക്സ്ട്രാ വരാനൊക്കെ ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിയാലും പഠനത്തിലൊക്കെ അനുകൂലമാണ് എങ്കിൽ പോലും നിങ്ങൾ ചിലവുകളൊക്കെ കയ്യിൽ കൂടുതലായിട്ട് എക്സ്ട്രാ വരാം. ഇപ്പോൾ ഇത്ര നാൾ നിങ്ങൾ ബസ്സിനാണ് പൊയ്ക്കൊണ്ടിരുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ എന്താണ് ചിലപ്പോൾ അവിടെ കൂടുതൽ എക്സ്പെൻസ് കയറിയിട്ട് വരിക, ആ സമയത്ത് ബസ് കിട്ടാതെ വരിക, അല്ലെങ്കിൽ എന്താണ് വാഹനങ്ങളിലായാലും സ്വന്തമായിട്ട് വാഹനത്തിൽ പോകുന്നവരായാലും വാഹനത്തിൽ കുറേ റിപ്പയറിങ് വർക്ക്സ് ഒക്കെ വരിക. സോ അവിടെയും ചിലവ് ക്രിയേറ്റ് ചെയ്യുക. സോ നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങരാശിയെ സംബന്ധിച്ച് ചിലവുകളൊക്കെ ക്രിയേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. വേണ്ട ടേക്ക് കെയർസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചർച്ച കുറവ്, എന്താണ് കുടുംബത്തിന് ഉള്ളിലുള്ള കുറച്ച് പ്രശ്നങ്ങൾ അങ്ങോട്ടുള്ളതായിരിക്കും, അതെന്താണ് ബെഡ്റൂമിലുള്ളതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വരാനും ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രശ്നങ്ങൾ കാരണം നമ്മൾക്ക് എന്താണ് ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതം നയിക്കാൻ ചാൻസ് ഉള്ള സമയമാണ് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. കുറച്ച് കാലത്തൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു കുഴപ്പം നിറഞ്ഞ ഒരു ഇതാണ് എന്നോർത്ത് അയ്യോ മാസം പോയി എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായി ഈശ്വര ആരാധനയും ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് എന്താ ചിങ്ങരാശിയുടെ ഫലം എന്ന് പറയുന്നത് കേട്ടോ. കന്നിരാശി ഉത്രം മുക്കാൽ അത്തം ചിത്തിര അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുന്നത് അല്ലേ. കന്നിരാശിയെ സംബന്ധിച്ചാൽ ഈ ഫെബ്രുവരി മാസത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ അനുകൂലമായ സമയമാണ്. കാരണം എന്താണ്, ശുക്രൻ 7 നിൽക്കുന്ന സമയമാണ്, ഉച്ചത്തിൽ വ്യാഴത്തിന് ദൃഷ്ടി കന്നിയിലേക്കുണ്ട്, കന്നിയിൽ കേതു നിൽക്കുന്നുണ്ട്. പൊതുവെ നോക്കി കഴിഞ്ഞാൽ നല്ല അറിവുകളൊക്കെ കിട്ടാൻ അനുകൂലമായ സമയമാണ്. നമുക്ക് പുതിയ നല്ല നല്ല അറിവുകൾ, ഇപ്പോൾ തൊഴിൽ ചെയ്യുന്നവരായാലും ബിസിനസ് നടത്തുന്നവരായാലും വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കിയാൽ നമുക്ക് അറിയില്ലാത്ത പല അറിവുകളും നമ്മളിലേക്ക് എത്തുവാനും നല്ല രീതിയിലുള്ള ഭാഗ്യ അനുഭവങ്ങളിലേക്ക് എത്താനൊക്കെ പറ്റിയ സമയമാണ്. ഇവിടെ കൂടുതലും ശ്രദ്ധിക്കുന്ന കന്നിരാശിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് സന്തോഷം കിട്ടും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ചില ആളുകളായിട്ട് സംസാരിച്ചാൽ, ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ ഒക്കെ നമുക്ക് ഭാഗ്യമായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അല്ലെ ചില സ്ഥലത്ത് പോയ ഒരു ഭാഗ്യാനുഭവങ്ങളായിട്ട് നമുക്ക് ഫീൽ ചെയ്യാനുണ്ട്, ചില വാർത്തകൾ കേട്ട് നമുക്ക് ലക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ ഇപ്പം നമുക്കൊരു പീപ്പിളിനെയാണ്, ഒരു വ്യക്തിയെ കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം വേണം, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിട്ട് സംസാരിക്കുമ്പോൾ സന്തോഷം കുറഞ്ഞ പക്ഷേ ആ വ്യക്തി നമ്മൾ മെസ്സേജെങ്കിലും ചെയ്യാനുള്ള സാഹചര്യം കൂടുതലാണ്. സോ മനസ്സിന് ആ രീതിയിലുള്ള സന്തോഷം, നമുക്കൊരു പോസിറ്റീവ് വൈബ്രേഷൻ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, മിനിമം ഇപ്പം വിളിക്കുന്ന അല്ലെങ്കിൽ കാണുന്ന സാഹചര്യം ഒരുങ്ങിയില്ലെങ്കിൽ പോലും ഒരു ടെസ്റ്റ് എങ്കിലും അല്ലെങ്കിൽ ഒരു റീൽ ഷെയർ ചെയ്യെങ്കിലും ആ വ്യക്തി നമ്മളിലേക്ക് ചെയ്യും. സോ നമുക്കൊരു ഫീൽ വേണം, നമുക്ക് ഹാപ്പി ആയില്ലെങ്കിൽ നമുക്കൊരു ഫീൽ, നമ്മുടെ മുഖത്തൊരു സന്തോഷം, ചെറിയ പുഞ്ചിരിയെങ്കിലും നമ്മുടെ മുഖത്ത് വരുന്ന നമുക്കൊരു ഹാപ്പി, ഒരു പോസിറ്റീവായിട്ടുള്ള എനർജി ഫീൽ കിട്ടും കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ നോക്കുക കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നമ്മൾ നടത്തിയെടുക്കണം. അത് ആഗ്രഹങ്ങൾ നമുക്കൊരു ആഗ്രഹമുണ്ട്, അത് എന്താണ് സാധിച്ച് കിട്ടാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയോടുള്ള ആഗ്രഹമുണ്ട്, ആ വ്യക്തിയെ കിട്ടിയാൽ എനിക്കിഷ്ടമാണ്, അല്ലെങ്കിൽ വ്യക്തിയെ കല്യാണം കഴിക്കാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയുമായിട്ട് എനിക്ക് ജീവിക്കാനുണ്ട്. അത് മാത്രമല്ല ആഗ്രഹങ്ങളിൽ വരുന്നത്, മറ്റാഗ്രഹങ്ങളുണ്ടല്ലോ. സോ ഓരോ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതുപോലെ തന്നെ തൻ്റെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടെങ്കിൽ മറ്റൊരാളുടെ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ആഗ്രഹം തുറന്നു പറയാനുള്ള സാഹചര്യങ്ങൾ ഇറങ്ങി വരും. അതുപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ചില കലഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കലഹങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് കുറച്ചുകൂടി ഐക്യത്തിലേക്ക് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് അത് മാത്രമല്ല, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലായാലും ചില സമയത്ത് പിണങ്ങി നിൽക്കുകയാണെങ്കിൽ ആ പിണക്കൊക്കെ ഒന്ന് മാറാനുള്ള ചാൻസുകളും, അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിനോട് നമ്മുടെ ആഗ്രഹം എന്താണെന്ന് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണറിനും അത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ആഗ്രഹങ്ങളും നടക്കുമെന്ന് ചോദിച്ചാൽ നടന്നില്ല, പക്ഷെ ഒരു എന്താണ് 60-70% ആഗ്രഹങ്ങൾ നമുക്ക് നടത്തി കിട്ടാനുള്ള ചാൻസ് ഉള്ള സമയമാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രണയത്തിലൊക്കെ ഉള്ളവർക്ക്, അല്ലെങ്കിൽ പ്രണയം നോക്കുന്നവർക്കൊക്കെ പ്രണയ വിജയം ഒക്കെ പറയാവുന്ന സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കല്യാണമൊക്കെ നോക്കുന്നവർക്ക് കല്യാണം നടത്താൻ, അല്ലെങ്കിൽ കല്യാണ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ വളരെ കാലമായിട്ട് ദമ്പതികൾക്ക് സന്താനം ഇല്ലാത്ത ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി സന്താന ഭാഗ്യത്തിനൊക്കെ അനുകൂലമായ സമയമായിട്ട് നമുക്ക് പറയാൻ സമയമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തരത്തിൽ നല്ല വാർത്ത നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിന്ന് മാറി വേറൊരു വീട്ടിലേക്ക് താമസം മാറാനൊക്കെ ഉള്ള ചാൻസ്, അല്ലെങ്കിൽ പുതിയൊരു വീട് വെക്കാനുള്ള ചാൻസ്, അല്ലെങ്കിൽ വീട് മാറാനുള്ള ചാൻസ്, അല്ലെങ്കിൽ സ്ഥലം മാറാനുള്ള ചാൻസ് ഒക്കെ ഉള്ള സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോഴും അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഒരുങ്ങി വരിക കേട്ടോ. പൊതുവെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനുകൂലമാണ്, വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് നല്ലൊരു വാർത്തയൊക്കെ നമുക്ക് കേൾക്കാൻ, നമുക്ക് ശ്രവിക്കാൻ പറ്റുന്നൊരു സമയമായിരിക്കും ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. സോ ആ കാര്യത്തിലും വലിയ ദുഃഖിക്കൊന്നും വേണ്ട, അപ്പോൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം കേട്ടോ ഈശ്വര വിശ്വാസത്തോടെ. തുലാം രാശി
ചിത്തിരാര ചോതി വിശാഖം മുക്കാട് ഒന്ന് രണ്ടേകാല നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുന്നത്. അപ്പോൾ തുലാം രാശിക്കാരെ സംബന്ധിച്ചോളം ഈ ഒരു ഫെബ്രുവരി മാസത്തിൽ എന്തൊക്കെ ഫലങ്ങളാണ് ഉണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അല്ലേ. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 6ലാണ് ശുക്രൻ നിൽക്കുക എന്ന് പറയുന്നത്, 8 വ്യാഴം, 9 കുജൻ, അതുപോലെ തന്നെ 5 ശനി നിൽക്കുന്ന സമയമാണ്. 13 ഫെബ്രുവരിയിൽ സൂര്യൻ 5ലേക്ക് വരും, ബുധൻ 5 വരുന്ന സമയമാണ്. നല്ല രീതിയിലുള്ള ചിലവുകളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ള സമയമാണ്. പക്ഷേ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ചിലവുകളൊക്കെ ചെയ്യാൻ വേണ്ടി കയ്യിൽ പണം ഉണ്ടാവണം അല്ലേ. പക്ഷേ തുലാം രാശി ജനിച്ച എല്ലാവരുടെ കയ്യിലും പണം ഉണ്ടാവുമെന്ന് നിർബന്ധമില്ല. സോ ആ സാഹചര്യത്തിൽ എന്തുണ്ടാവും, അവിടെ കടം വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സോ കടങ്ങളൊക്കെ എടുക്കേണ്ട വന്നേക്കാം. കടകളും എടുത്തിട്ടായാലും ചിലവുകളൊക്കെ നടത്താനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഈ സമയത്ത് അലച്ചിലുകളൊക്കെ ഉണ്ടാവാനും, നമ്മൾ പലതരത്തിൽ ഒന്ന് നടക്കേണ്ട അടുത്ത് 10 തവണ നടക്കുക. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ അലച്ചിലുകൊണ്ട് ലാസ്റ്റ് നമുക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ മനസ്സിനെ സന്തോഷിക്കുന്ന തരത്തിലുള്ള ചിലവുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വീട് വാങ്ങാൻ, കാറ് വാങ്ങാൻ, വാഹനങ്ങൾ വാങ്ങാൻ, ഇതൊക്കെ സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് വാങ്ങാനുള്ള യോഗമുണ്ട്. ഓക്കെ, അതനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് ഛത്രം നമുക്ക് യോഗമുള്ള സമയമാണ്. ചിലവുകൾ നമുക്ക് നല്ല രീതിയിൽ ചിലവുകളുണ്ട്. അപ്പോൾ ആ ചിലവുകളുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗം. ഒരു കാര്യം വാങ്ങുമ്പോൾ അവിടെ ചിലവ് ക്രിയേറ്റ് ആവുന്നുണ്ട്. സോ ഇപ്പോൾ ഒരു വീട് വാങ്ങണമെങ്കിൽ ഇപ്പോൾ കയ്യിൽ പൈസ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലോൺ എടുക്കേണ്ടി വരും. സോ ആ ലോൺ കിട്ടാനുള്ള യോഗമുണ്ട്, ചിലവ് ചെയ്യാനുള്ള യോഗമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചിലവുകൾ വന്നാലേ പറ്റുള്ളൂ. സോ പക്ഷേ ഈ ചിലവിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ നമുക്ക് മനസ്സിൽ സന്തോഷമാണ്. നമുക്കൊരു പൈസ ചിലവാക്കി കഴിയുമ്പം ഹാപ്പിയായിട്ട് നമ്മളെ ചിലവാക്കുന്നതെങ്കിൽ എത്ര ചിലവായാലും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ചിലവ് വന്നു, അത് നമുക്ക് ദുഃഖമാണെങ്കിൽ പിന്നീട് റിഗ്രറ്റ് വന്നെങ്കിൽ ആ ചിലവ് കൊണ്ട് നമുക്ക് യാതൊരു ഗുണവും ഇല്ല അല്ലേ. നമുക്ക് ഹാപ്പി ആവുന്നില്ല, നമുക്ക് ഹാപ്പി കിട്ടണം. നമ്മൾ പൈസ ചിലവാക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ആ ചിലവാക്കുന്ന പൈസയും കൊണ്ട് നമുക്ക് ഒരു ഹാപ്പി, ഒരു സന്തോഷം നമുക്ക് കിട്ടിയാൽ ഓക്കെയാണ് അല്ലേ. സോ അങ്ങനത്തെ ഒരു സാഹചര്യം ഒരുങ്ങി വരുന്ന സമയമാണ് തുലാം രാശിയെ സംബന്ധിച്ച ഒരു മാസം. അതുപോലെ നിങ്ങൾ തൊഴിലായ സമുദായം നോക്കിയാലും ബിസിനസ് സമുദായം നോക്കിയാലും വിദ്യാർത്ഥി സംബന്ധിച്ച് നോക്കിയാൽ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് മത്സരിക്കുന്ന മാസമായിരിക്കും തുലാം രാശിക്കാർക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങൾക്കും മത്സരങ്ങളായിരിക്കും. ഇപ്പോൾ വിദ്യാർത്ഥി സംബന്ധിച്ച് നോക്കിയാലും അനുകൂല സമയമാണ്. പക്ഷേ അവിടെ കുറച്ച് നന്നായി വർക്ക് ചെയ്യേണ്ടി വരും. മത്സര പരീക്ഷയൊക്കെ നോക്കുന്നവർക്കൊക്കെ അനുകൂലമാണ്, ഒരു മത്സരം ക്രിയേറ്റ് ആവണം അല്ലേ. സോ ആ മത്സരത്തിൽ അവസാനം നിങ്ങൾക്ക് വിജയിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നോ അനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായിട്ട് നോക്കുമ്പോഴും തൊഴിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് മൈൻഡിൽ നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങും. സോ ഈ മാസം എന്ന് പറയുന്നൊരു മൊത്തം മത്സരങ്ങൾ നിറഞ്ഞ മാസമായിരിക്കും തുലാരാശിക്ക് സംബന്ധിച്ചൊരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. അതുപോലെ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കുമ്പോഴും നിങ്ങൾക്ക് നല്ല അനുകൂലമായ മാസമാണ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, മത്സരിക്കേണ്ട ആവശ്യം വരും. സോ നിങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക, നല്ല രീതിയിൽ പ്രിപ്പറേഷൻ ചെയ്യുക. സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് പെർഫോം ചെയ്യാൻ സാധിക്കും കേട്ടോ. അതുപോലെ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 8 വ്യാഴവും 6 ശുക്രൻ നിൽക്കുന്ന സമയമാണ്. നമുക്ക് വാക്കുകളൊക്കെ പറയാം, എൻഗേജ്മെൻ്റ് ഒക്കെ നടത്താനും അതല്ലെങ്കിൽ വാക്കുകളൊക്കെ പറഞ്ഞ് വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം. വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആരൊക്കെ നോക്കിയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സോ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം, ഇത്രയൊക്കെയുള്ളൂ. എന്ത് ചെയ്യുക, ഇത്ര കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഹാപ്പി. നിങ്ങൾ ചിലവുകളൊക്കെ വരും. സോ നിങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് നോക്കുക, എന്തൊക്കെ തരത്തിലാണ് ചിലവ് വരുത്തേണ്ടത്, ഏതൊക്കെ രീതിയിലായിരിക്കണം അതിന് മാനേജ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായ പ്രോപ്പർ മാനേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ എത്ര ലോൺ എടുത്താലും കടം എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ടത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. സോ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് മാത്രം ലോണുകളും കടം കിട്ടുമെന്ന് വിചാരിച്ച് എവിടെ നിന്ന് കിട്ടിയാലും വാങ്ങി കൂട്ടി വെക്കാതെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മാനേജ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മാനേജ് ചെയ്ത് അല്ലെങ്കിൽ ആ കടങ്ങളൊക്കെ എടുത്ത് പോവുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ തുലാം രാശിയെ സംബന്ധിച്ചാൽ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സന്തോഷമായിട്ട് ഹാപ്പിയായിട്ട് ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കേട്ടോ. വൃശ്ചിക രാശി വിശാഖാര അനിരം തൃക്കേട്ടടങ്ങുന്ന 2 നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ വൃശ്ചിക രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. അതുപോലെ തന്നെ ശുക്രൻ നോക്കിക്കഴിഞ്ഞാൽ ഉച്ചത്തിലാണ്. 4 ശനി, സൂര്യൻ, ബുധൻ, 8 കുജൻ മാത്രമാണ് ചില തരത്തിൽ പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിയുമ്പം ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വേണ്ടി വന്നേക്കാം. ഒരു കാര്യം മത്സരിച്ച് വേണം നമ്മൾ നേടാൻ. ഇപ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ നേട്ടത്തിന് വേണ്ടി നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മത്സരിക്കാൻ പോകുമ്പോൾ, ഒരു ഇൻ്റർവ്യൂവിന് പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ കുറേ ആളുകളുണ്ട്, അവിടെ എല്ലാം മത്സരിക്കേണ്ടി വരും. സോ മത്സരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യത്തിനും മത്സരിക്കേണ്ട ആവശ്യം വരും. കാരണം 8 കുജൻ നിൽക്കുന്നുണ്ട്. സോ മത്സരിച്ച് വേണം ഓരോ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കുക എന്ന് പറയുന്ന വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊരു കാര്യത്തിലായാലും ചലഞ്ചസ് ക്രിയേറ്റ് ആവും. മത്സരം അല്ലെങ്കിൽ ചലഞ്ചസ് എല്ലാം ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ധൈര്യമായിട്ട് നേരിട്ട് മുന്നോട്ട് പോയാൽ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പോൾ ഇൻ്റർവ്യൂവിന് നിങ്ങൾ പോവുകയാണ്, അവിടെ കുറേ പേരുണ്ട്, 10-20 പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിച്ചോ, ഇത്രയും പേരിൻ്റെ ഉള്ളിൽ ഞാൻ മത്സരിക്കുന്നതിനുള്ള ചിന്ത വരാതെ ധൈര്യമായിട്ട്, എത്ര പേര് വന്നാലും കാര്യമില്ല, എൻ്റെ അറിവിൻ്റെ മുമ്പിലും എൻ്റെ കോൺഫിഡൻസിന് മുമ്പിലും എൻ്റെ സ്കില്ലിന് മുമ്പിലും അവരൊന്നുമല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ എന്ന് വെച്ചാൽ എല്ലാം അറിയാമെന്നെല്ലാം മനോഭാവമല്ല,
നമുക്കറിയാവുന്ന കാര്യം കുറച്ചുണ്ടെങ്കിലും അതിൽ വ്യക്തമായ ധാരണ ഉണ്ടാവുക, അത് കൃത്യമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ഇൻ്റർവ്യൂ പ്രിപ്പറേഷനും ഇൻ്റർവ്യൂവിന് പോകുന്ന മുമ്പ് കുറച്ച് മോക്കൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല എക്സലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ചെയ്യാനൊക്കെ പറ്റും. സോ എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് നേരിടുക. എന്ത് ചലഞ്ചസ് വന്നാലും എന്ത് മത്സരങ്ങൾ വന്നാലും ധൈര്യമായിട്ട് ചിരിച്ച മുഖത്തോടെ എന്ത് ചെയ്യുക, ഫേസ് ചെയ്യുക കേട്ടോ. സോ അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടാക്കിൾ ചെയ്ത് മുന്നോട്ട് എത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിൻ ഒക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ് മന്ത് എന്ന് പറയുന്നത് കേട്ടോ. ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കായാലും പ്രോഫിറ്റ് ഗ്രാഫിൽ കുറച്ച് ഹൈക്കൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ടൈം തന്നെയാണ്. ഫാമിലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വിവാഹ കാര്യങ്ങളൊക്കെ ചിന്തിക്കാവുന്ന സമയമാണ്. പ്രണയ വിവാഹ കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിക്കാവുന്ന സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത്. തീരുമാനങ്ങളൊക്കെ എടുക്കാവുന്ന ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത്. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ഈ ഒരു ടൈമിൽ. എന്നിരുന്നാൽ പോലും നമ്മൾ ധൈര്യമായിട്ട് അതൊക്കെ ഫേസ് ചെയ്യാം. ആവശ്യമില്ലാത്ത വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാം. അതുപോലെ തന്നെ എന്താണ് കുറച്ച് സൗന്ദര്യ പിണക്കങ്ങളുണ്ടാവാം. ഇതെല്ലാം നമുക്ക് പിന്നീട് എന്താവും, ശരിയായി വരും. സോ അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട, അത് വലിയ പ്രശ്നത്തിലേക്ക് ഊതി പെറുപ്പിക്കുകയും ചെയ്യില്ല. എന്ത് ചെയ്യുക, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് കൃത്യമായിട്ട് ബുദ്ധിപരമായിട്ട് എന്ത് ചെയ്യുക, ഡീൽ ചെയ്യുക. അപ്പോൾ ആ പ്രശ്നങ്ങൾ അവിടെ നമുക്ക് സോൾവ് ചെയ്ത് മുന്നോട്ട് ധൈര്യത്തോടെ പോകാൻ സാധിക്കും കേട്ടോ. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മാസമാണ് ഈ ടൈം എന്ന് പറയുന്നത്. പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നവർക്ക്, മത്സര പരീക്ഷയ്ക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അനുകൂലമായ മാസമാണ്. സോ അതൊക്കെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കുക. ഈ മാസത്തിൽ നമ്മൾ അത്ര നല്ല പ്രിപ്പയർ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ടെൻഷൻസ് ഉണ്ടാവും, പെട്ടെന്ന് സ്ട്രെസ് കയറാൻ ടെൻഷൻ ഉണ്ടാവുന്നവരാണ്. സോ ടെൻഷൻസ് വരാതെ ക്രിയേറ്റ് ചെയ്യാതെ ശ്രദ്ധിക്കുക. ഓക്കെ, ആവശ്യമില്ലാത്ത ടെൻഷൻസ് മാറ്റി നിർത്തുക. ഓക്കെ, ആവശ്യമുള്ള കുറച്ച് ടെൻഷൻസൊക്കെ എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ ആവശ്യമില്ലാത്ത ടെൻഷൻസൊക്കെ ഒന്ന് മാറ്റി വെക്കുന്ന, സൈഡിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ആരോഗ്യ സംബന്ധമാക്കി നോക്കി കഴിഞ്ഞാൽ 8-ൽ കുജം വരുന്ന സമയമാണ്. സോ ഫുഡ് കാര്യം, ആഹാര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ യാത്രയൊക്കെ ചെയ്യുമ്പം വെളിയിൽ നിന്നുള്ള ഫുഡൊക്കെ കഴിക്കുന്നെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് നല്ല ഗൂഗിൾ റിവ്യൂ മാത്രം പോലെ നമുക്ക് കുറച്ച് ആളുകളുടെ റിവ്യൂ ഒന്ന് വായിച്ചു കൂടി നോക്കുക. റേറ്റിംഗ് മാത്രം നോക്കല്ല. പിന്നെ ഫുഡ് എന്ത് ചെയ്യുക, ഒന്ന് ടെസ്റ്റ് പോലെ കഴിഞ്ഞ് ടെസ്റ്റ് പരീക്ഷണത്തിൽ പുതിയ വസ്തുക്കൾ നോക്കാതെ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത ഭക്ഷണം എന്താണോ അത് നിങ്ങൾ മേടിച്ച് വയ്ക്കുക. അതൊക്കെ ആയിരിക്കും നല്ലതെന്ന് പറയാം. കാരണം എന്താണ്, ഫുഡ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ആ കാര്യം ശ്രദ്ധിക്കുക. അതുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ ശുക്രനും രാഹുവും കൂടെ ഒന്നിച്ചാണ് നിൽക്കുക. സോ ഈ സമയത്ത് അലർജിക് ആയിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ ചിലവർക്ക് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. സ്ത്രീ സംബന്ധമായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ശുഭകാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയം തന്നെയാണ്. അവസരങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാനുള്ള അവസരങ്ങളൊക്കെ നമ്മളെ തേടി എത്തുവാനൊക്കെ യോഗമുള്ള സമയമാണ്. അതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടാനുള്ള ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനും പറ്റുന്ന സമയമാണ്. വാഗ്ദാനങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനങ്ങളൊക്കെ നമുക്ക് നിറവേറ്റി കിട്ടാനുള്ള യോഗങ്ങളൊക്കെ ഉള്ള സമയമാണ്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വാഗ്ദാനം ഞാൻ പറഞ്ഞ കുടുംബത്തിൻ്റെ കാര്യത്തിൽ തന്നെ പറയുന്നത് വാക്കുവാദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ എന്താണ്, ഭർത്താവുമായിട്ട് കുറച്ച് വാക്കുവാദങ്ങൾ, അല്ലെങ്കിൽ അച്ഛനായിട്ട്, അല്ലെങ്കിൽ സഹോദരങ്ങളായിട്ട്, അല്ലെങ്കിൽ എന്താ കുടുംബത്തിലുള്ള മറ്റുള്ള ആളുകളായിട്ട്, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആളുകളുടെ കൂടെയുള്ളവർ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇച്ചിരി സീനിയേഴ്സ് ആയിട്ടുള്ളവരെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ടെങ്കിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ, അത് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ ഒരു നോക്കിക്കഴിഞ്ഞാൽ വൃശ്ചികം രാശിക്കാർക്ക് ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് അനുകൂലമായ മാസമാണ്. എന്നിരുന്നാൽ ചില കുഴപ്പങ്ങളില്ലെങ്കിൽ വെച്ചാൽ ചില കുഴപ്പങ്ങളുണ്ട്, ദേഷ്യങ്ങളുണ്ടാവും, കോപങ്ങളുണ്ടാവും, ഇമോഷണലി ഒരു ബാലൻസ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, ഓവർ തിങ്കിങ്സ് ഉണ്ടാവും. ഇതൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഓവർ എക്സ്പെക്റ്റേഷൻ, ഓവർ തിങ്കിങ് ഒക്കെ നമ്മളെ ദുഃഖത്തിലേക്ക് നയിക്കും. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, ഓവർ തിങ്കിങ്ങും ഓവർ എക്സ്പെക്റ്റേഷൻ ഈ മാസം വേണ്ട. ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫെബ്രുവരി മന്തിനെ കുറിച്ച് കൃത്യമായ ഒരു ക്ലാരിറ്റി നിങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ ലൈഫിൽ ഒരു ക്വാളിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കൃത്യമായിട്ട് പോകാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ ഫെബ്രുവരി മന്തിൽ കൃത്യമായിട്ടൊരു ക്വാളിറ്റി നിങ്ങൾ ഉണ്ടാക്കുക. ക്വാളിറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ഫെബ്രുവരി മാസത്തെ നോക്കി കണ്ടു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ ഈ മാസത്തെ കാണാൻ സാധിക്കും വൃശ്ചിക രാശി കേട്ടോ. അപ്പം ഹാപ്പി ആയിട്ട് ഈശ്വരവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കേട്ടോ. മൂലം, പൂരാടം, ഉത്രാടം കാടങ്ങുന്ന 2 നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ധനുരാശിയെ സംബന്ധിച്ചോളം ഈ ഫെബ്രുവരി മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം അല്ലേ. ഏതൊരു കാര്യം നോക്കിയാലും എന്തെങ്കിലുമൊക്കെ തന്നിട്ട് നമുക്ക് ഈ ഒരു മാസം നമുക്ക് അറിയാൻ പറ്റും, ഈ ഒരു മാസം നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് പൈസ ഇല്ലെങ്കിൽ പോലും കടങ്ങൾ മേടിച്ചിട്ടായാലും നമുക്കതൊക്കെ വാങ്ങാൻ, അല്ലെങ്കിൽ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടാനൊക്കെ ചാൻസ് ഉള്ള സമയമാണ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അത് വാഹനമാവാം, വീട് വെക്കാം, അല്ലെങ്കിൽ വീടൊക്കെ പണി തുടങ്ങിയിട്ട് പകുതിക്ക് നിർത്തിയവർക്കൊക്കെ വീണ്ടും പുനരുദ്ധരിച്ച് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ വാഹനമൊക്കെ ഒന്ന് മാറ്റി വാങ്ങാം, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനമായാലും നമുക്ക് വാങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇഷ്ടപ്പെട്ട കുറച്ച് വസ്തുക്കൾ വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിച്ചു കൊടുക്കാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ ആളിലാണ് ഈ വ്യാഴം നിൽക്കുക. സോ നമുക്ക് കടങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. സോ എന്താണ്, കടങ്ങളൊക്കെ വാങ്ങാനുള്ള ചാൻസ് ഉണ്ട്.
മോശമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രാൻസിറ്റും നമുക്ക് രാശിമാറ്റത്തിൽ ഒരു ട്രാൻസിറ്റും തന്നെ എന്താണ് വലിയ തരത്തിൽ മോശം അനുഭവങ്ങളൊന്നും തരുന്നില്ല രാശിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ധർമ്മകരമാത് യോഗം പറയാവുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായിട്ട് നോക്കിയാൽ പുരോഗതിയൊക്കെ പറയാവുന്ന ടൈമാണ്. അതുപോലെ തന്നെ നമുക്കൊരു സാറ്റിസ്ഫാക്ഷനൊക്കെ കിട്ടുന്ന ഒരു ടൈമായിരിക്കും ടൈം എന്ന് പറയുന്നത്. യാത്രയൊക്കെ ചെയ്യാൻ സമയമുണ്ട്. അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് എന്താണ് ഒരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുക, അല്ലെങ്കിൽ സന്തോഷം കിട്ടുക, നമ്മൾ അപ്രിസിയേഷൻ ചെയ്യുക, നമുക്ക് ഗിഫ്റ്റുകൾ കിട്ടുക, ഇതിനൊക്കെയുള്ള ചാൻസ് ഉള്ള ടൈമാണ്. അതുപോലെ തന്നെ ഫാമിലി അല്ലെങ്കിൽ കുടുംബ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ലാത്തൊരു ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത്, ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഹാപ്പിയൊക്കെ ആയിട്ട് പോകാൻ പറ്റും. എന്നിരുന്നാൽ പോലും എന്താണ് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ എന്താണ് ചെറിയ ചെറിയ ചോർച്ച വാഗ്വാദങ്ങൾ, ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ അതൊന്നും വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ടതില്ല കേട്ടോ. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് വസ്തുക്കൾ വാങ്ങാനും സന്തോഷത്താൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കിട്ടുവാനും ഗിഫ്റ്റായിട്ട് കിട്ടാനൊക്കെ യോഗമുള്ള സമയമാണ്. അതുപോലെ നിങ്ങൾ ചെയ്ത കാര്യത്തിലൊക്കെ കുടുംബത്തിൽ നിന്നായാലും ഒരു അപ്രിസിയേഷനൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സമയമാണ് ഈ ടൈം എന്ന് പറയുന്നത്. നിങ്ങളെ ശരിക്കും ഒരു സപ്പോർട്ട് ചെയ്യണം മന്തായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് കേട്ടോ. ധനുരാശിയെ സംബന്ധിച്ചുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്കൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പ്രകൃതിയും അല്ലെങ്കിൽ ഈശ്വരനും നമുക്കൊരു സപ്പോർട്ട് തരുന്നൊരു ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. അപ്പം അതനുസരിച്ചുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങി വരുമ്പോൾ കൃത്യമായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഒരു നല്ല ടൈം വരുമ്പം അത് നമുക്ക് രണ്ട് തരത്തിൽ യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ ആ ടൈമിന് യൂസ് ചെയ്ത് നമുക്ക് പ്രോപ്പറായിട്ട് വളരാം, അല്ലെങ്കിൽ ആ ടൈം യൂസ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ് മോശമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് മാറാം. സോ നമുക്കൊരു നല്ല സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ നല്ല മാസം വരുമ്പോൾ നമ്മൾ അത് കണ്ടറിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകണം. ഒരു അറിവ് കേട്ടു അല്ലെങ്കിൽ ഒരു കാര്യം അറിഞ്ഞു എന്ന് വിചാരിച്ച് നമുക്കൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്ന ജീവിതത്തിൽ അതനുസരിച്ച് നമ്മുടെ ലൈഫിൽ അത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാനുള്ളൂ, നമ്മുടെ ലൈഫിലൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരു കാര്യം പഠിച്ചു എന്ന് വിചാരിച്ച് യാതൊരു ഗുണമില്ല. അത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, നമ്മുടെ കോൺടെക്സ്റ്റിലേക്ക് ഇട്ട് നമുക്കത് വലുതാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. സോ നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകണമെന്നെങ്കിൽ നമ്മൾ തീരുമാനിച്ചാൽ മാത്രമേ പറ്റുള്ളൂ, മറ്റാരും വിചാരിച്ചിട്ടും കാര്യമില്ല. സോ മാറ്റങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, എക്സിക്യൂഷൻ ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ഇച്ചിരി വയസ്സായ മുതിർന്നവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, സീനിയേഴ്സ് ആയിട്ടുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ട്. ആ ഐഡിയ അനുസരിച്ച് ഒരു ബിസിനസ് ചെയ്യാനുള്ള വർക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ആണെങ്കിൽ അതിനൊക്കെ അനുകൂലമായ സമയമാണ്. തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി കിട്ടുന്ന ടൈമാണ് കേട്ടോ. ആരോഗ്യ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ മാറി നിൽക്കുന്ന സമയമാണ്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. 4 നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ രാഹുവും കൂടി യോഗം ചെന്ന് നിൽക്കുകയാണ്. സോ ഡൈജഷൻ, ദഹന സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അലർജിക് ആയിട്ട് ചില പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസേ ഉള്ളൂ. ഇത് വലിയ പ്രശ്നമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ചെറിയ രീതിയിൽ എന്ത് ചെയ്യാം, ഹെൽത്ത് കെയർ ചെയ്യുക കേട്ടോ. ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ലൈഫ് ഹാപ്പി ആയിരിക്കും. സോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോവുക കേട്ടോ. അടുത്ത മകരരാശിയാണ് അല്ലേ. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടം അടങ്ങുന്ന 2 നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മകരരാശിയെ സംബന്ധിച്ചോളം ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്ന സമയമാണ്. ശനി 2, അതുപോലെ തന്നെ സൂര്യനും ബുധനും കൂടി 1, 5 വ്യാഴം, 6 കുജൻ നിൽക്കുന്ന സമയമാണ്. പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമായ സമയമൊക്കെയാണ്. പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവസാനിച്ച് തുടങ്ങുന്ന സമയമാണ്, അവസാനിക്കുന്ന സമയമാണ്. അതിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല ഗുണാനുഭവങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നമുക്ക് വരും. നമുക്ക് ഭാഗ്യത്തെ തരുന്ന എന്തെങ്കിലുമൊക്കെ ഐഡിയാസ് നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്ന ടൈമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന ടൈമായിരിക്കും. സോ ഐഡിയാസൊക്കെ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. സോ എന്താണ്, ഓരോ ആശയങ്ങൾ കിട്ടുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഐഡിയാസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്താണ് നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുപോലെ നോക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബുധനും സൂര്യനും കൂടി ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ്. എത്രയൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വന്നാലും എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് മാർക്കുകളൊക്കെ കിട്ടും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവാം, പക്ഷെ നമ്മുടെ മുമ്പിൽ തടസ്സങ്ങൾ കുറേ ചലഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടാകുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചിലർക്ക് പഠനം മുടങ്ങിപ്പോയിട്ടുണ്ട്, ചിലർക്ക് എത്ര പഠിച്ചാലും ഓർമ്മ നിൽക്കാത്തവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ അവസാനിച്ച് നമുക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രഹങ്ങളും നമുക്ക് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന ടൈമായിരിക്കും. സോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു മാർക്ക് വാങ്ങാനൊക്കെ പരിശ്രമിച്ച് കഴിഞ്ഞാൽ സാധിക്കുന്ന ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ബിസിനസ് അനുകൂലമായി നിൽക്കുന്ന ടൈമാണ്. അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സമാധാനമൊക്കെ അടുത്ത് വരുന്നൊരു ടൈമായിരിക്കും ഈ ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത്. പൊതുവെ ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് ദുഃഖങ്ങളൊക്കെ കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന സമയമാണ്. അതുപോലെ യാത്രകളൊക്കെ ചെയ്യാൻ യോഗം വരുന്ന സമയമാണ്. അതുപോലെ തന്നെ ഈ യാത്രകൾ കാരണം തന്നെ നമുക്ക് കുറേ ഭാഗ്യങ്ങൾ കിട്ടുവാനൊക്കെ അനുകൂലമായ സമയമാണ് കേട്ടോ. ആരോഗ്യ സംബന്ധമാക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അനുകൂലമാണ്, വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക. ചിലരെ പ്രശ്നങ്ങൾ വന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതൊന്ന്
വൈദ്യനെ കാണിച്ച് അതിനുള്ള മരുന്ന് മേടിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറിപ്പോക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ മകര രാശിയെ സംബന്ധിച്ച് മനസ്സിന് സന്തോഷം വരുന്ന വെച്ചാൽ വലിയ പ്രശ്നത്തിൽ നിന്നും അവർക്ക് ചെറിയ റിലീഫ് കിട്ടുമ്പോൾ തന്നെ എന്താണ് നമുക്കൊരു സന്തോഷം കിട്ടും അല്ലേ. എന്നുവെച്ചാൽ നമ്മൾ ഭയങ്കര ടൈറ്റ് ചെയ്ത് കെട്ടി വെച്ചേക്കുവാണ്, അതിൽ നിന്ന് പയ്യെ ലൂസായാൽ തന്നെ നമുക്ക് എന്താണ് ഒരു ആശ്വാസമാണ് അല്ലേ. ഈ ആശ്വാസം നിങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങുന്ന സമയമാണ്. സോ നിങ്ങൾക്കൊരു ചെറിയ രീതിയിൽ സന്തോഷങ്ങളൊക്കെ വന്ന് തുടങ്ങുന്ന സമയമാണ്. നമുക്ക് എടുക്കുന്ന പരിശ്രമമൊന്നും വെറുതെ ആവില്ല, അല്ലെങ്കിൽ എടുത്ത പരിശ്രമമൊന്നും വെറുതെ ആയില്ല എന്നൊരു സന്തോഷം നമുക്ക് മനസ്സിൽ വരുന്ന സമയമാണ്. അതുപോലെ തന്നെ പ്രണയത്തിൽ നടക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു പ്രണയ അഭ്യർത്ഥനയൊക്കെ നടത്തി മുന്നോട്ടൊക്കെ പോകുന്നവർക്ക് പ്രണയ വിജയങ്ങളൊക്കെ പറയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പ്രണയം വിവാഹത്തിലേക്കൊക്കെ മാറ്റാൻ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ പറ്റുന്ന സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മകരാശി സംബന്ധിച്ച് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയവരൊക്കെ ഉണ്ടല്ലോ, ഒരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയവരെ അവർ വീണ്ടും നമ്മളോടൊന്ന് സംസാരിക്കാൻ, അതാരും ആവാം. ഇപ്പം പ്രണയ റിലേറ്റഡ് മാത്രമാവണില്ല, നമ്മുടെ ജീവിതത്തിലെ സുഹൃത്തുക്കളാവാം, ബന്ധുക്കളാവാം, ആരും ആവാം. ഓക്കെ, ഒരു സാഹചര്യത്തിൽ എന്തൊരു സുപ്രഭാതത്തിൽ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി, പക്ഷേ വീണ്ടും അവർ നമ്മളെ അടുക്കുവാനും വീണ്ടും സ്നേഹബന്ധത്തിലേക്ക് ഒത്തുവരാനും വീണ്ടും ഐക്യത്തിൽ മുന്നോട്ട് പോകാനൊക്കെ മകരരാശിയെ സംബന്ധിച്ചോളം ഈ ഒരു മാസത്തിൽ സാധിക്കും. സോ നിങ്ങൾക്ക് എന്താണ് ഹാപ്പി ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, കെട്ടി വെച്ചേക്കണ വള്ളി എന്താണ് ഒന്ന് പയ്യെ ലൂസ് ആകുമ്പോൾ നമുക്ക് സന്തോഷമാണ്, അല്ലെങ്കിൽ സമാധാനം കിട്ടും. സോ ആ ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളെന്താണ് ഹാപ്പി ആയിട്ട് നിൽക്കുക. ഇനി ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാലും എന്താണ്, ഇനി ചെറിയ പ്രശ്നം വന്നാലും മകരരാശിക്ക് ഒന്നുമല്ല, കാരണം എത്രയോ അനുഭവിച്ചു. ഇനി ചെറിയ പ്രശ്നങ്ങൾ വന്നാലും വലിയ പ്രശ്നങ്ങളൊന്നായിട്ടൊന്നും മകരരാശിക്ക് തോന്നില്ല, കാരണം അത്രമാത്രം അനുഭവിച്ചു. സത്യം പറഞ്ഞാൽ ഇനി അനുഭവിക്കാൻ ഇനി ഒന്നുമില്ല അവരുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ്, ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ടെന്ന് പറയുന്ന രീതിയിലായിരിക്കും മകരരാശിക്കാരുടെ ഇപ്പം എന്ന് പറയുന്നത്. സോ എന്താണ്, അതിൽ നിന്നൊക്കെ സമാധാനമായിട്ട് നിങ്ങൾക്ക് എന്താ പറ്റും, ഒന്ന് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പ്രശ്നങ്ങളൊക്കെ ഒന്ന് പയ്യെ കുറഞ്ഞ് എന്താണ് ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈശ്വര വിശ്വാസത്തോടെ മുന്നോട്ട് ഹാപ്പി ആയിട്ട് പോകാം കേട്ടോ. കുംഭരാശിയാണ് അല്ലേ. അവിട്ടം വരാച്ച അദ്ദേഹം പൂരുട്ടാതി മുക്കാലടങ്ങുന്ന രണ്ടാം നക്ഷത്രമാണ് കുംഭരാശി എന്ന് പറയുന്നത് അല്ലേ. കുംഭരാശിയെ സംബന്ധിച്ചോളം നോക്കുമ്പം ശുക്രൻ 2 നിൽക്കുന്ന സമയമാണ്, വാക്കുസ്ഥാനത്തിലാണ്, വരുമാനം കുടുംബം ഒക്കെയാണ്. ജാതകത്തിൽ രാഹുവും ശുക്രനൊക്കെ ബലത്തിലാണ് നിൽക്കുന്നതും അതുപോലെ തന്നെ ശുക്രദശയൊക്കെ നടക്കുന്നതെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ് കേട്ടോ. അപ്പം നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക. സോ ജാതകത്തിൽ എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ ലൈഫ് മുന്നോട്ടൊക്കെ കൊണ്ടുപോകാൻ സാധിക്കുന്ന ടൈമായിരിക്കും. തൊഴിൽ സംബന്ധമായിട്ടല്ല ബിസിനസ് സംബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. നമുക്ക് ചോദിക്കുന്ന സ്ഥലത്തൊക്കെ ഹെൽപ്പ് കിട്ടാൻ, സഹായങ്ങളൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള സമയമാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രമിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായി കിട്ടുക, നമ്മൾ തൊഴിൽ അന്വേഷിക്കുകയാണെങ്കിൽ തൊഴിൽ ലഭിക്കാനും, ബിസിനസ് കാര്യങ്ങളായി നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനൊക്കെ ചാൻസ് ഉള്ള ടൈമാണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇത്ര നാളൊരു ഇതിൽ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഒന്ന് പയ്യെ തല പൊക്കി നോക്കാവുന്നൊരു ടൈമാണ് ഈ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, പയ്യെ നമ്മുടെ തലയൊന്ന് പൊക്കി പിടിക്കുക എന്ന് പറയാൻ പറ്റുന്നൊരു ടൈമാണ് കുംഭരാശിയെ സംബന്ധിച്ച ഈ ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല മാസമാണ്. കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ ആ പ്ലാൻ അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നല്ലതാണ്. റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയാണ് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തേക്കുന്നത് അനുസരിച്ചായിരിക്കും. ഓക്കെ, നിങ്ങൾ 5% പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 5% റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ എങ്ങനെയുണ്ടോ അതനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്തേക്കുന്നത് അനുസരിച്ച് റിസൾട്ട് കിട്ടുന്ന ഒരു ടൈമായിരിക്കും ഈ ഫെബ്രുവരി മന്ത് എന്ന് പറയുന്നത്. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറി ഒന്ന് ശരിയായി വരുന്ന സമയമായിരിക്കും. 2 രാഹു നോക്കുന്ന സമയമാണ്. നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നല്ല കാര്യങ്ങൾ മാത്രം പറയാൻ ശ്രദ്ധിക്കാം. നെഗറ്റീവ് ടോൺ വരുന്ന ഒരു കാര്യവും സംസാരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. കാരണം ശ്രദ്ധിക്കേണ്ട 2 രാഹുവാണ്. സോ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുക. എന്തൊരു കാര്യം സംസാരിക്കും പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കുക. നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. നമ്മുടെ വാക്കിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാവിൽ നിന്ന് എന്താണ് ഒരു നെഗറ്റീവ് ടോണായിട്ടുള്ള ഒരു കാര്യങ്ങളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ആരോഗ്യ സംബന്ധം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊന്നും പയ്യെ കുറഞ്ഞൊന്ന് ഇമ്പ്രൂവ്മെൻറ്റ്, നമുക്ക് ആരോഗ്യം പയ്യെ ഒന്ന് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. കുടുംബത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശുഭകാര്യങ്ങളൊക്കെ നടക്കാൻ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ശുഭ ചെലവുകളൊക്കെ നടക്കാൻ യോഗമുണ്ട്. നല്ല നല്ല ബന്ധങ്ങൾ കിട്ടാൻ യോഗമുള്ള സമയമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി സീനിയേഴ്സ് ആയിട്ടുള്ളവരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യം കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു കോൺഫിഡൻസ് കൂടുന്നതായിട്ട്, സെൽഫ് കോൺഫിഡൻസ് കൂടുന്നതായിട്ട് കാണും. അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ പോകുന്നു അതിന് മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ കിട്ടുന്ന, സപ്പോർട്ട് കിട്ടുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പ്രശ്നങ്ങളൊക്കെ പയ്യെ കുറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാന അന്തരീക്ഷത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഒരു ലക്കി മന്തായിട്ട് നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഫെബ്രുവരി മാസത്തെ കണക്കിലെടുക്കാം കുംഭരാശിയെ സംബന്ധിച്ചോളൂ കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ എന്താണ് ഹാപ്പി ആയിരിക്കും. അപ്പം എന്ത് ചെയ്യുക, ഈശ്വര വിശ്വാസത്തോടെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം കേട്ടോ. മീനരാശി അല്ലേ. പൂരുട്ടാതി കാലം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന 2 നക്ഷത്രമാണ് മീനരാശി എന്ന് പറയുന്നത് അല്ലേ. ഇപ്പം മീനരാശിയെ സംബന്ധിച്ചോളം ഈ ഫെബ്രുവരി മാസം എങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ ഉച്ചരാശിയായി മീനത്തിൽ തന്നെയാണ്.
വ്യാഴവും ശുക്രനും എന്താണ് പരസ്പരം രാശി മാറുന്നതായി ശുക്രൻ്റെ ക്ഷേത്രത്തിൽ വ്യാഴവും വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിൽ ശുക്രനും അതുപോലെ തന്നെ 4 കുജനും അതുപോലെ തന്നെ 12 ശനിയും നോക്കുന്ന സമയമാണ്. നമുക്കൊരു കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ കുഴപ്പങ്ങൾ എന്താണ് നമ്മൾ പറയുകയാണെങ്കിൽ അത്ഭുതം അല്ലെങ്കിൽ ഒരു മാജിക് ആക്കിയാണ് പറയില്ലേ. മാജിക് തരത്തിലൊരു കുഴപ്പങ്ങളുണ്ടായാലും അതൊരു ഭാഗ്യത്തിന് വേണ്ടിയായിരിക്കും. ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായാൽ അത് ഭാഗ്യത്തിന് വേണ്ടിയല്ല, ഭാഗ്യത്തിന് വേണ്ടി മാറി ആ കുഴപ്പങ്ങൾ നമുക്ക് ഒരു കുഴപ്പമുണ്ടായി അത് ചിലപ്പോൾ ഒരു ഭാഗ്യ അനുഭവമായിട്ട് മാറാനൊക്കെ ചാൻസ് ഉള്ള ടൈമാണ് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ മൈൻഡ് സെറ്റൊക്കെ ഓക്കെ ആക്കി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് ഓക്കെ ആണെങ്കിൽ ബാക്കി എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നല്ല ധൈര്യം, നമ്മുടെ മൈൻഡിന് നല്ലൊരു ഫ്രഷ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് എന്താണ് ഓക്കെയാണ്, നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ ഒരു ടൈം എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയാണ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ്റെ ആധിപത്യമുള്ള സമയമാണ്. ആധിപത്യത്തിൽ നമുക്ക് എന്താണ് മൈൻഡ് അതുപോലെ തന്നെ ഹെൽത്തൊക്കെ ഓക്കെ ആക്കി നിൽക്കുന്ന സമയം തന്നെയായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ 4 കുജൻ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, 10ലും 11ലേക്ക് ദൃഷ്ടി വരുന്നുണ്ട്. 2 9 ഭാവാധിപനാണ്. സോ നമുക്ക് ഇൻകം ജോബിൻ്റെ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്താണോ ഉള്ളത് അത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. അപ്പോൾ തൊഴിലുണ്ടെങ്കിൽ ആ തൊഴിൽ അതുപോലെ കണ്ടിന്യൂ ചെയ്ത് മാറാനും നിൽക്കേണ്ട, ആ പ്രൊമോഷനൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ കിട്ടിയാൽ നമുക്ക് ലക്ക് അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എന്താണോ ഉള്ളത് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുക. വരുമാനം വർദ്ധിപ്പിക്കാനൊക്കെ ശ്രമിക്കേണ്ട, കാരണം വർദ്ധിപ്പിക്കാൻ സാധിച്ചെന്ന് വരില്ല. സോ കുറയ്ക്കാതെ എന്ത് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെൻഷൻസ്, സ്ട്രെസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ബേർഡൻ ഇതൊക്കെ എന്താ പയ്യെ കുറഞ്ഞു വരുന്ന സാഹചര്യം ഒരുങ്ങി വരും. സോ എന്ത് ചെയ്യുക, നിങ്ങൾ ഓവർ പ്രഷർ ഓവർ ടെൻഷൻ ഒന്നും എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തൊഴിൽ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ തൊഴിൽ നേട്ടം, തൊഴിൽ ഭാഗ്യമൊക്കെ പറയാൻ സാധ്യമാണ്. അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള കൺഫ്യൂഷൻസ്, ഒരു ഡൾ മൈൻഡ് സെറ്റ്, എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്തൊരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, ഇതൊക്കെ മാറി ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് പോസിറ്റീവായിട്ട് കാര്യങ്ങൾ നടന്നു തുടങ്ങുന്ന സമയമായിരിക്കും. നമുക്ക് അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് ഒക്കെ ബിൽഡ് ചെയ്യാനായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ നമ്മുടെ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ അറിവൊക്കെ തെളിഞ്ഞു വരുന്നൊരു സമയമായിരിക്കും. സ്ത്രീകളെ സംബന്ധിച്ച് നോക്കിയാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് മാറുന്ന സമയമായിരിക്കും കേട്ടോ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന മൈൻഡ് സെറ്റിൽ നിന്ന് വേറെ മൈൻഡ് സെറ്റിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ സംബന്ധം നോക്കുകയാണെങ്കിൽ ശുക്രൻ ഒന്നിൽ നിൽക്കുന്ന സമയമാണ്. സോ നല്ല ഉത്സാഹം തരുന്ന സമയമായിരിക്കും. പക്ഷെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 8 ഭാവാധിപനാണ്. സോ നമ്മൾ മധുരങ്ങളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ മധുരം കഴിക്കുന്നതൊന്ന് കുറയ്ക്കുക. ഈ ടൈമിൽ ഇച്ചിരി മധുരം കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവാം. സോ ആ ടൈമിൽ എന്ത് ചെയ്യുക, മധുരങ്ങൾ കഴിക്കുന്നത് കുറയ്ക്കുന്നതാണ്. അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മധുരം അവോയ്ഡ് ചെയ്യുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത്. സോ മധുരങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാം. അതുപോലെ തന്നെ ഓവർ റിസ്ക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് മാറി നിൽക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. 12 ശനി എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും തരത്തിലെ ചെലവുകൾ കൊണ്ടുവന്ന് വരും. അതുപോലെ നമുക്ക് കുറച്ച് ശല്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാൽ പോലും നമ്മുടെ ശുക്രൻ എന്ത് ചെയ്യും, മൈൻഡ് സെറ്റ് ഓട്ടോമാറ്റിക് ഫ്രഷ് ആക്കി വെക്കും. സോ മൈൻഡ് ഫ്രഷ് അല്ലെങ്കിൽ സെറ്റ് ആണെങ്കിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാൻ സാധിക്കും കേട്ടോ. അതുപോലെ സീനിയേഴ്സ് ആയിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളെ എന്ത് ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുക. നിങ്ങളെല്ലാ കാര്യങ്ങളും ജാഗ്രതയോടെ നിൽക്കുക. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഞാൻ പറയില്ല. സോ എന്ത് ചെയ്യുക, ഒരു കാര്യത്തിൽ ചെയ്യുമ്പോഴും ശ്രദ്ധയോടെ ജാഗ്രതയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് പറയാം. അതുപോലെ നിങ്ങളുടെ ഫുഡിൻ്റെ കാര്യത്തിൽ, അതുപോലെ മെഡിസിൻ്റെ കാര്യത്തിൽ, യാത്രയുടെ കാര്യത്തിൽ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ, ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് ജാഗ്രതയോടെ ടേക്ക് കെയർ ചെയ്ത് തന്നെ പോവുക. എന്തൊരു കാര്യത്തിന് സമാധാനവും ജാഗ്രത ആവശ്യമാണ് മനസ്സിലാക്കുക. സോ പേഷ്യൻ്റായിട്ടും ടേക്ക് കെയർ ചെയ്തും ജാഗ്രതയോടെ ഇരിക്കുക കേട്ടോ. അപ്പോൾ തന്നെ പകുതി പ്രശ്നങ്ങൾ നമുക്ക് മറികടക്കാൻ സാധിക്കും. അപ്പം ഈ രാശിയുടെ ഫലം ഇതാണ്. സോ നിങ്ങൾ ഈശ്വര വിശ്വാസത്തോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക കേട്ടോ. ഇത്രയൊക്കെയാണ് രാശിഫലം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പേരും നക്ഷത്രവും താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും. സോ പേര് നക്ഷത്രം താരെ കമൻറ്റ് ചെയ്യട്ടെ വ്യക്തമായിട്ട്. അപ്പം നമ്മൾ പറഞ്ഞ വീഡിയോ പൂർണ്ണമായിട്ട് കാണണം. ഞാൻ ഇതിൻ്റെ പരിഹാരം നിർദ്ദേശിക്കാത്തതിൻ്റെ കാരണം എന്താണോ പറയാറുണ്ട്. കാരണം കോമൺ ആയിട്ടൊരു പരിഹാരം ചെയ്യുന്നതിനേക്കാളും ഉചിതം നമുക്ക് ചേരുന്ന, നമുക്ക് അനുകൂലമായിട്ടുള്ള പരിഹാരങ്ങൾ ചെയ്ത് പ്രശ്നങ്ങളുള്ളവർ ആ പരിഹാരം ചെയ്ത് പോകുന്നതാണ് മുന്നോട്ട് പോകുന്നത്. കണ്ണും പൊട്ടി എല്ലാ വഴിപാടും ചെയ്യുന്നതിന് കഴിഞ്ഞാൽ നല്ലത് നമുക്ക് ഏതാണോ ഉത്തമമായിട്ട് ചേരുന്നത് ആ ഒരു വഴിപാട് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ജീവിത വിജയത്തിനും ജീവിത പുരോഗതിക്കും ഉത്തമം എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് പൊതുവായിട്ട് ഒരെണ്ണം പറയാത്തത്. അതുപോലെ തന്നെ നമ്മൾ ഫലം കാണുമ്പോൾ അടുത്ത ചിന്തിക്കുകയാണ് ലഗ്നമാണോ ചന്ദ്രനാണോ നോക്കേണ്ടതെന്ന് ചിന്തിക്കാറുണ്ട്. നമ്മൾ ചന്ദ്രാളും ലഗ്നാളും ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. കാരണം ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സിൻ്റെ അവസ്ഥയൊക്കെയാണ്. സോ ലഗ്നം എന്ന് പറയുന്നത് നമ്മുടെ വിധിയാണ്. സോ രണ്ടും നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കുറച്ച് ഐഡിയാസ് കിട്ടും. പിന്നെ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, ഒരു ശുഭകാര്യം ചെയ്യാൻ പോവുകയാണ്, കുറച്ച് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തി ചെയ്യാൻ പോകുന്ന കാര്യമാണ്. സോ അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ മന്ത്ലി പെഡിഷൻ, കോമൺ പെഡിഷൻ കേൾക്കാതെ വ്യക്തിപരമായിട്ടുള്ള പെഡിഷൻ കേൾക്കുക കേട്ടോ. എന്നുവെച്ചാൽ വ്യക്തിപരമായിട്ട് നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെഡിഷൻ കേൾക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായിട്ട് നമ്മുടെ ലൈഫ് കുറച്ചുകൂടി സെറ്റ് ആവാൻ സൂപ്പർ. അതുപോലെ തന്നെ നമുക്ക് അനുകൂല ഫലങ്ങളാണ് അല്ലെങ്കിൽ ദോഷഫലങ്ങളാണ്, നമ്മുടെ ജാതകം കൂടി ഒന്ന് പരിശോധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതകത്തിൽ ഇപ്പോൾ നല്ല സമയമാണ്, ഗോചാരം ഇപ്പോൾ മോശ സമയമാണെങ്കിൽ പോലും നമുക്ക് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ജാതകത്തിൽ നമുക്ക് മോശ സമയമാണ്, പക്ഷേ നമുക്ക് ഗോചര ഉത്തമ സമയമാണെന്ന് പറഞ്ഞു കൊടുത്താൽ ആ ഗോചര ഫലം പൂർണ്ണമായിട്ട് നമുക്ക് ലഭിച്ചെന്ന് വരില്ല കേട്ടോ. അതും മനസ്സിലാക്കുക. അപ്പം എന്തൊരു കാര്യം വരുമ്പോഴും
ചിരിച്ചുകൊണ്ട് ഈശ്വര വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോയി ചെയ്യുക. എന്താണ്, കുറച്ചൊക്കെ ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിലുണ്ടാവും, പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാവും. അതിനെയൊക്കെ എന്ത് ചെയ്യുക, നേരിടുക. കാരണം ഈശ്വരൻ ഒരു പരീക്ഷണം വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് തക്കമായ പ്രാപ്തി നിങ്ങൾക്ക് എത്തി എന്ന് തോന്നുമ്പോഴാണ് ഈശ്വരൻ എന്ത് ചെയ്യണേ, നമുക്കൊരു പരീക്ഷണം നടത്തുക കേട്ടോ. സോ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും, നമ്മൾ പുതിയൊരു കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട്, പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആ ഒരു കൂട്ടായ്മ ഉള്ളത്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. സോ അതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സസ് വെബിനാർസ് ഒക്കെ നടത്തുമ്പം അതിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അറിയിക്കും. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു കോഴ്സിലേക്ക് അല്ലെങ്കിൽ വെബിനാറിൽ അറ്റൻഡ് ചെയ്യാനുള്ള രജിസ്ട്രേഷനൊക്കെ സ്പീഡിൽ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ആ ഗ്രൂപ്പ് ഇടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ആ ഒരു ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുമ്പം നമുക്ക് എന്തെങ്കിലും അറിയേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാവുക. സോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. നമ്മൾ അതുപോലെ തന്നെ എന്താണ്, ഇവിടെ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ ലിങ്കും നമ്മൾ ആ ഗ്രൂപ്പിലൊന്നും ഷെയർ ചെയ്യാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് എന്താണ് പേഴ്സണലി എത്തേണ്ട, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്തണം എന്ന് പ്രകൃതി തീരുമാനിക്കുമ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നത് അല്ലേ. അപ്പോൾ എന്താണ്, ആ ഒരു സംഭവം ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് എന്താണ് പ്രകൃതി തീരുമാനിക്കാത്തവരിലേക്ക് ഒരു വീഡിയോ എത്തണം എന്ന് നമ്മൾ വിചാരിക്കാൻ പാടില്ലല്ലോ. സോ അതുകൊണ്ടാണ്. സോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഉദ്ദേശം പവേഴ്സ് ക്ലബ്ബ് നമ്മുടെ ലൈഫിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ 25,000 സബ്സ്ക്രൈബ് എത്തിയപ്പോൾ നമ്മൾ പ്ലാൻ ഇട്ടാണ് പവേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മ. സോ അതിലേക്ക് ഫ്രീ ആയിട്ട് നമ്മൾ പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടായിരുന്നു. മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ ഒരു ഹ്യൂജ് ട്രാൻസ്ഫോമിങ് ക്ലാസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. 3 സെഷൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അതോടെ നമ്മൾ ആ മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സോ അതിന് നമ്മളൊരു വലിയ എമൗണ്ടോ അല്ലെങ്കിൽ ഫീസോ ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ആ കോഴ്സ് ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ തോന്നിച്ചു അത് എല്ലാവരിലും എത്തണം. ആദ്യമേ നമുക്ക് കോഴ്സ് ഇട്ടപ്പോൾ ഒരു എമൗണ്ട് ഇട്ടിട്ട് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നീട് നമുക്ക് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏറ്റു വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി ഇത് വേണ്ട, എല്ലാവർക്കും എത്തണം. ഈ ഒരു അറിവ് പൈസ ഇല്ലാത്തതുകൊണ്ട് ആരിലേക്ക് എത്താതിരിക്കാൻ പാടില്ല എന്നോർത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു ക്ലാസ് നമ്മൾ എന്തായിരുന്നുണ്ട് ഫ്രീ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ആ ക്ലാസ്സിൽ പങ്കെടുത്ത് എല്ലാവർക്കും അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു 6 ക്ലാസ് വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ പ്ലാൻ ചെയ്തില്ല ഇനി മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം നടത്തണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് ഇങ്ങനെ ഒരു പ്രകൃതി നിശ്ചയം പോലെ ഇനി അല്ലെങ്കിൽ കുറേ ആളുകൾ ചോദിക്കുകയാണ് മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര ഒന്നുകൂടി വേണമെന്ന് പറയുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ടൈം അനുസരിച്ച് നമ്മളത് നടത്തുന്നതായിരിക്കും. പക്ഷേ ഇപ്പോൾ ഓൾറെഡി മില്ലിയനേഴ്സ് സക്സസ് മന്ത്ര എന്നൊരു വെബിനാർ ഇനി പ്രോഗ്രാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ഒത്തിരി വീഡിയോ നീട്ടുന്നില്ല. ഈ വീഡിയോ കണ്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാസഫലം കേട്ട് ദോഷമാണ് നല്ലതാണ് ഓർത്ത് ഒത്തിരി സന്തോഷിക്കുക ഒത്തിരി ദുഃഖിക്കുക ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.